ഇല്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1393 ദിവസം. ഇന്ന് മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് എടുക്കുവാനായി എത്തിയിട്ടുള്ളത് സാറ് എപ്പോഴേ റെഡിയാണ്. ഡോക്ടർ വേണുഗോപാൽ റെഡ്ഡിയാർ. സാറിന്റെ ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാറിന്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. സാറ് പല ക്ലാസ്സുകളും നമുക്ക് ഇതിനകം എടുത്തു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് ധൈര്യം എന്നുള്ള വിഷയമാണ്. നമുക്ക് അത്യാവശ്യം വേണ്ടതും എന്നാൽ പലർക്കും ഇല്ലാത്തതുമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ധൈര്യം എന്ന് പറയുന്നത്. നമ്മുടെ ധൈര്യം എങ്ങനെ കൂട്ടാം എന്ന് ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ ഡോക്ടർ വേണുഗോപാലിനെ വളരെ സന്തോഷപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാറെ ക്ലാസ് തുടങ്ങും. ആക്കിയിട്ടുണ്ട്. ഞാൻ Okay, now I think that it is unmuted. നമുക്ക് നേരെ സെഷനിലോട്ട് കയറാം. I'm going to start with my first slide. Okay, I assume the slide is visible and I'm audible. Visible and audible. Okay, sir. Okay, good. During the presentation, if you have any questions, please ask me after the completion of presentation. Wait till the completion of my presentation. Then during the presentation, I may want to get your feedback. അപ്പൊ അതിന് ഞാൻ ഇടയ്ക്കും മുറയ്ക്കും സിമ്പിൾ ആയിട്ടുള്ള ചില ചോദിക്കും. ഇത് മനസ്സിലായോ, എഗ്രി ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ചാറ്റ് ബോക്സിൽ ഒന്നിൽ വൈ, എസ് എന്ന് പറഞ്ഞാൽ ചില വൈ ഇടുക, നോ എന്ന് പറയുമ്പോൾ എൻ ഇടുക, എഗ്രി എന്ന് പറയുമ്പോൾ എ എഴുതുക, ഡിസഗ്രി ആണ് ചില ഡി ഇടുക. അത്രയും മാത്രം ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്കവരും ഇവിടെ ക്യാമറ ടേൺഡ് അല്ല. ഇപ്പോൾ തന്നെ ഞാനൊരു ഇത് കാണിക്കാം. ഞാനിപ്പം ക്യാമറ ഓഫ് ചെയ്തിട്ട് ഞാൻ ഈ ടോക്ക് അടുത്തൊരു 45 മിനിറ്റ് കൊടുത്താൽ എങ്ങനെ ഇരിക്കും ശൈലാജി, എങ്ങനെ ഇരിക്കും ലതാജി? എന്നെ കാണുന്നില്ല, ഒരു അശരീരി മാത്രം കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താണ്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും ഒന്ന് ക്യാമറ ഒന്ന് ടേൺ ഓൺ ചെയ്യണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണാൻ പറ്റും. അപ്പൊ എനിക്ക് നിങ്ങൾ മനസ്സിലായോ മനസ്സിലായില്ലയോ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ലത അവർ ചിരിക്കുന്നു, അവർ മറ്റവരുടെ ഓരോരുത്തരുടെയും ആരാണെന്നുള്ള എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ആ ക്യാമറ ഒന്ന് ഓൺ ചെയ്താൽ കൊള്ളാം. ഓക്കെ, ടോപ്പിക് കറേജ്. My webinar is based on FPQT. F, facts, experience. എൻ്റെ സ്വന്തം ജീവിതത്തിലെ പല അനുഭവങ്ങളും ഞാൻ പങ്കുവയ്ക്കുന്നതാണ്. എന്നിട്ട് കൊട്ടേഷൻസ്, പിന്നെ എൻ്റെ സ്വന്തം തോട്ട്സിൽ നിന്ന് വന്നിട്ടുള്ള പല ആശയങ്ങളും. ഒരുപാട് പുസ്തകങ്ങളുണ്ട് കറേജിനെ കുറിച്ച് തന്നെ. ഞാൻ ഒരു സാമ്പിളിന് ഒരു 3-4 ബുക്കിന്റെ ടൈറ്റിൽ മാത്രമേ കാണിച്ചുള്ളൂ. Meet India's first woman fire officer. I am sure നിങ്ങൾ എഗ്രി ചെയ്യും. അതായത് ഏറ്റവും കൂടുതൽ കറേജ് വേണ്ട ഒരു ജോലിയാണ് ഫയർ ഫൈറ്റേഴ്സിന്. ലൈഫ് ഇസ് ഇൻ ഡേഞ്ചർ. ആ കെട്ടിടം തീ പിടിച്ചിങ്ങനെ വീഴുന്നു, അതിനകത്ത് ഒരുപാട് പേര് കുടുങ്ങിക്കിടപ്പുണ്ട്. അവരെ രക്ഷിക്കാൻ പോകുമ്പോൾ മരിച്ചൊരു ഒരുപാട് ഫയർ ഫൈറ്റേഴ്സ് ഉണ്ട്. Am I right? ഫയർ ഫൈറ്റിംഗ് ജോബ്, ആ ജോലി ഏറ്റവും നല്ല ധൈര്യം വേണ്ട ഒരു ജോലിയാണെന്നുള്ളത് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടെ. എഗ്രി ചെയ്യുന്നുണ്ടോ? ഒന്ന് ടൈപ്പ് ഇൻ. ഇതിനെന്താണ് സമയം ഇത്ര എടുക്കുന്നത്? ഹോമിയോപ്പതിയിൽ വല്ല മരുന്നുകൊണ്ട് പെട്ടെന്ന് ചെയ്യാനായിട്ട്. ഓക്കെ ബിന്ദിയ യെസ്, ഓക്കെ ജയചന്ദ്രൻജി യെസ്. ഒന്ന് ഫയർ ഫൈറ്റിംഗ്, ദാറ്റ്സ് എ പ്രൊഫഷൻ വിച്ച് റിക്വയർസ് എ ലോട്ട് ഓഫ് കറേജ്. അതൊരു ആദ്യമായിട്ട് സ്ത്രീയാണ്, ഒരു തമിഴ്നാട്ടിലാണ് അവര് കേട്ടോ. ഇത് 2003 ഷീ ബിക്കേം ദി ഫയർ ഫൈറ്റിംഗ് ഓഫീസർ. രണ്ടാമത്തത് ഈ നമ്മൾ പറയുന്ന ഈ മെഡിക്കൽ പ്രൊഫഷനിലുള്ള ഡോക്ടേഴ്സ്. രണ്ടാമത്തത് കോവിഡ് സമയത്ത് ഒരു കോവിഡ് രോഗിയെ ഒന്ന് ഹഗ് ചെയ്ത്
ആശ്വസിപ്പിക്കുന്നതാണ് രണ്ടാമത്തെ രംഗം. ആ കോവിഡ് വന്നപ്പോൾ പേടി പേടി പേടി, പകർച്ചവ്യാധിയാണ്. ഡോക്ടേഴ്സും പേടിച്ചിട്ട് ഇവിടെ അമേരിക്കയിൽ തന്നെ ഒരു 2-3 ഡോക്ടേഴ്സ് അവർ ആത്മഹത്യ ചെയ്തു. നമ്മുടെ നാട്ടിലാണെച്ചാൽ എനിക്കറിയാവുന്ന എൻ്റെ ഗ്രൂപ്പിലുള്ള, ഞാനിവിടെ ആ സമയത്തേക്ക് ഞാൻ പ്രാക്ടീസ് എൻ്റെ റിട്ടയർഡ് ആയിരുന്നു. അതുകൊണ്ട് ഐ ഡിഡ്ന്റ് ഹാവ് ടു ഗോ ടു ദി ഹോസ്പിറ്റൽ. ഞാൻ റിട്ടയർ ചെയ്ത് ഒരു 5-6 മാസത്തിന് ശേഷമാണ് ഈ കോവിഡ് എല്ലാം വരുന്നത്. നാട്ടിലെ എൻ്റെ ചില ഫ്രണ്ട്സ് അവര് ആ കോവിഡ് പീരീഡിൽ എല്ലാ പ്രാക്ടീസും നിർത്തി വെച്ചു. വീട്ടിലും ആരെയും രോഗി കാണത്തില്ല, ആശുപത്രി പോകുന്നത് നിർത്തി. ഒരു 1.5 കൊല്ലം പ്രാക്ടീസ് ചെയ്യാത്ത കുറെ പേരെ എനിക്കറിയാം. അവര് പേടി, എനിക്ക് വരുമോ? അങ്ങനെയുള്ളപ്പോഴാണ് ആ ചിലരെ കാണുന്നത്. ഈ ഡോക്ടേഴ്സ് എന്നുള്ളവർ ആ ധൈര്യമുള്ളതിൻ്റെതാണ് ഈ നമ്മൾ ആശുപത്രിയിൽ രോഗികളെ കാണുമ്പോഴും പല തരത്തിലുള്ള പകർച്ച രോഗികളായിട്ടാണ് വരുന്നത്. TB ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർക്ക്, ഞാനവിടെ തിരുവനന്തപുരത്താണ് ഞാൻ പഠിച്ചത്. തിരുവനന്തപുരത്ത് അവിടെ ഒലനാർക്കോട്ട ആശുപത്രി, TB ആശുപത്രി, ഐ എം ടോക്കിംഗ് അബൌട്ട് ഒരു 50 കൊല്ലത്തിന് മുൻപ്. അവിടെ എല്ലാം ഓപ്പൺ കേസെല്ലാം എല്ലാവരും അവിടെ ചുമച്ച് അവിടെ നടക്കുകയാണ്. ഒരു വാർഡിൽ തന്നെ 10, 40, 50 പേരാണ്. ആ അന്തരീക്ഷത്ത് മുഴുവനും TBയുടെ അണുക്കളാണ്. ഇത്ര റിസ്ക് ആണെന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന നഴ്സുമാർക്കും അറ്റൻഡേഴ്സിനും ഡോക്ടേഴ്സിനും ധൈര്യം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഇതും എഗ്രി ചെയ്യുന്നുണ്ടോ? സോ സെക്കൻഡ് പ്രൊഫഷൻ ഇസ് മെഡിക്കൽ പ്രൊഫഷൻ. എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യട്ടെ. ഞാൻ ഈ മോഹൻലാലിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, അയാൾ കഥ എഴുതുകയാണെന്നുള്ളത്. ആ സിനിമയിൽ പറയും ചോദിച്ചു പോ. അതാണ് ഞാനിപ്പോ ചോദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അജിനി മലയക്കൽ, ഓക്കെ, അങ്ങനെ ഏതായാലും അങ്ങനെ ചോദിച്ചു പോവാണ് ഞാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഊഹിക്കുന്നത് എനിക്ക് നിങ്ങളുടെ മനസ്സൊന്നും വായിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സ് വായിക്കാനായിട്ടുള്ള കഴിവുണ്ടോ? മൈൻഡ് റീഡിംഗ് പവർ ആർക്കും ഇല്ല. മൈൻഡ് റീഡിംഗ് പവർ ഒന്നും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ പറയുമ്പോഴേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ അടുത്തത് മൂന്നാമത്തെ പ്രൊഫഷൻ. 2 പ്രൊഫഷൻ ഞാൻ കാണിച്ചു കഴിഞ്ഞു. ഫയർ ഫൈറ്റിംഗ്, മെഡിക്കൽ, ജവാൻ, ആർമി, ഫ്രണ്ട് ലൈനിൽ യുദ്ധത്തിൽ പോകുന്നു. സ്വന്തം വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണോ? നാടിന് വേണ്ടിയിട്ട് ജീവൻ ത്യാഗം ചെയ്യാനായിട്ട് തയ്യാറായിട്ട് പോകുന്നു. ആ മേജർ സോമനാഥ് ശർമ്മ ഒരു അവസാനം പറഞ്ഞാണ്, ദി എനിമി ഈസ് ഓൺലി 50 yards ഫ്രം us. We are heavily outnumbered. We are under devastating fire. I shall not withdraw an inch, but will fight to the last man and last round. And he died. പുള്ളിയാണ് ആദ്യത്തെ പരംവീർ ചക്ര കിട്ടുന്ന യങ് സോൾജിയർ. 30 വയസ്സ് പോലും ആയിട്ടില്ലായിരുന്നു. നമുക്കിവിടെ ചില മലയാള സിനിമയിലെല്ലാം ജവാന്മാരെ കളിയാക്കിക്കൊണ്ടുള്ള കുറെ ഇതൊക്കെയാണ് കാണിക്കുന്നത്. തമാശ, വളിപ്പ് രംഗത്തിന് വേണ്ടിയിട്ട് മീശയെല്ലാം വെച്ചിട്ട് യൂണിഫോം ഇട്ട് ജവാൻ അടിക്കും. നോ, റിയൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ അവരാണ്. ഇറ്റ് ഇസ് ഹൈലി സ്ട്രെസ്ഫുൾ. അത് ഇനിയെങ്കിലും നമ്മൾ മിക്കവരും മനസ്സിലാക്കണം. എനിക്കൊരു ജവാനെ കാണുമ്പോൾ, നാട്ടിലെ ജവാനെ കാണുമ്പോൾ, എക്സ് സർവീസ് മാനെ കാണുമ്പോൾ എനിക്ക് റെസ്പെക്ട് ആണ് തോന്നുന്നു അവര്. സോ ദാറ്റ് ഈസ് ദി വേ. അപ്പൊ ഇങ്ങനെ ഈ 3 പ്രൊഫഷൻ ഒരു ഡൗട്ടും ഇല്ല, കറേജിന്റെ ഉള്ളവർക്ക് മാത്രമേ ഈ പ്രൊഫഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു ബാങ്കിലെ മാനേജർ ആനായിട്ട് ഒരു കറേജും വേണ്ട. ഏതാ ഒരു മറ്റേ സ്കൂളിലെ ടീച്ചർ, കോളേജിലെ ടീച്ചർ ഒരു കറേജും വേണ്ട. ഏതാ ഒന്നും വേണ്ട. പിന്നെ ഇപ്പോഴും രാഷ്ട്രീയം കുറച്ച് കറേജ് വേണം. അത് ഞാൻ പിന്നെ വരുന്നുണ്ട് അതിലോട്ട്. പോളിറ്റീഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അരിസ്റ്റോട്ടിൽ, ഗ്രീക്ക് ഫിലോസഫർ, എപ്പോഴാണ് പറഞ്ഞതെന്ന് അറിയാമോ? ഒരു 2500 വർഷങ്ങൾക്ക് മുമ്പാണ്. കറേജ് ഇസ് ദി ഫസ്റ്റ് ഓഫ് ഹ്യൂമൻ ക്വാളിറ്റീസ് ബിക്കോസ് ഇറ്റ് ഈസ് ദി ക്വാളിറ്റി വിച്ച് ഗ്യാരണ്ടീസ് ദി അതേഴ്സ്. ഞാനത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഡോക്ടർ ലതാജി ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് എഗ്രി എന്നുണ്ടെങ്കിൽ എഗ്രി എന്ന് പറയണം കേട്ടോ, എണ്ണം. അതായത് നോളജ് ഒരു വാല്യൂ കൊടുക്കാം, 0. സ്കിൽ, പാട്ട് പാടാനുള്ളത് അല്ലെങ്കിൽ വല്ല ടാലന്റ് എല്ലാം വന്നു, സ്കില്ല് വന്നു, നന്നായിട്ട് പഠിച്ചു, 0. അല്ലെങ്കിൽ അഭിനയിക്കാനല്ല. ഈ രണ്ടും 0 ശരിക്കും വാല്യൂ വരുന്നപ്പോഴാണ് അതിന്റെ മുൻപിൽ ഈ കറേജ് എന്ന് പറയുന്നത്, അതാണ് നമ്പർ 1.
കറേജ് നമ്പർ 1 ശേഷം നോളജ്, സ്കിൽ, ഓപ്റ്റിമിസം, ബാക്കി എന്തൊക്കെ ഉണ്ടെങ്കിലും 10 ആവും, 100 ആവും, 1000 ആവും, 10,000 ആവും. ആ ഒന്നില്ല, കറേജ് ഇല്ല. ശോഭനാജി, താങ്ക് യു. കറേജ് ഇല്ല. ഈ നോളജ് എല്ലാം ഇരുന്നിട്ട് എല്ലാം വെറും വട്ടപൂജ്യം. ഇത് ക്ലിയർ ആയോ? ഒന്ന് ചെയ്യട്ടെ. ഇത് ക്ലിയർ ആയോ? അതാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് MA, MSc, PhD, MBBS, MD, DM എന്തെല്ലാം എല്ലാം ഉണ്ട്. അതിൽ വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ ആ നമ്പർ 1 കറേജ്. ബാക്കി മിക്കവർക്കും ഇല്ല. ഞാൻ ഇനി റിയൽ എക്സാമ്പിൾസ് കുറെ കാണിച്ചു തരാം, പറഞ്ഞു തരാം, അപ്പോഴറിയും നിങ്ങൾക്ക്. ഇതിൽ ഞാനൊരു ടോക്ക് കൊടുക്കുന്നതിന് മുമ്പേ ഒരുപാട് റീഡിങ്ങും റിസർച്ചും ചെയ്തിട്ടാണ് വരുന്നത്. ഇതിൽ ചുമ്മാതെ വന്ന് വായി തോന്നിയ പറഞ്ഞിട്ട് എന്റെ സമയം ചുമ്മാ ഒന്ന് പാഴാക്കിയിട്ട് ഈ ഇരിക്കുന്ന നമ്മുടെ ജയചന്ദ്രജി ഇതേപോലെ ബാക്കിയുള്ള സമയം വേസ്റ്റ് ആക്കാനായിട്ട് എനിക്ക് യാതൊരു താല്പര്യമില്ല. വന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൽ നല്ല സ്റ്റഫ് കാണും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഓരോ പോയിന്റും ഞാൻ പറയുമ്പോഴും അത് നല്ലവണ്ണം ആലോചിച്ചിട്ട് അതിന് പറ്റിയ തെളിവ്, അതാണ് ആദ്യം പറഞ്ഞ ഫാക്ട്സോട് കൂടി മാത്രമേ ഞാൻ സംസാരിക്കത്തുള്ളൂ. നോളജ് വിത്തൗട്ട് കറേജ് ഇസ് സ്റ്റെറൈൽ. ഇതെപ്പോഴാണ്? ഒരു 400 കൊല്ലത്തിന് മുമ്പാണ് പറഞ്ഞത് സ്പാനിഷ് ഫിലോസഫർ. ഇന്നലെ പറഞ്ഞൊന്നല്ല. കറേജ് ഇല്ലാതെയുള്ള നോളജ് ഇസ് സ്റ്റെറൈൽ. നിങ്ങളെല്ലാം മെഡിക്കൽ ഡോക്ടേഴ്സ് ആയ കാരണം സിമ്പിൾ എക്സാമ്പിൾ. അതായത് നല്ല ആരോഗ്യം എല്ലാം ഉണ്ട്, നന്നായിട്ടൊക്കെ ഉണ്ട്, ആള് എല്ലാം കൊള്ളാം, കല്യാണം എല്ലാം കഴിഞ്ഞു, മറ്റേ ആ സ്ത്രീക്ക് എല്ലാം സെക്സിൽ താല്പര്യമുണ്ട്, സെക്സ് എല്ലാം എൻഗേജ് ചെയ്യുന്നുണ്ട്, കുഞ്ഞു വേണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഓവറീസ് ഇല്ല, അണ്ടർ ഡെവലപ്ഡ്. യൂട്രസ് ഇല്ല, അണ്ടർ ഡെവലപ്ഡ്. ആ സ്ത്രീ പ്രഗ്നന്റ് ആവാനുള്ള സാധ്യത എങ്ങനെയാണ്? വെർച്വലി 0 അല്ലേ? സ്റ്റെറൈലായി. ആണാണെന്നുണ്ടെങ്കിൽ വരുന്നുണ്ട് സെമനില് എസൂസ്പെർമിയ, സ്പേംസ് ഇല്ല, സ്റ്റെറൈൽ. അതുപോലെയാണ് നോളജ് വിത്തൗട്ട് കറേജ് ഈസ് സ്റ്റെറൈൽ. ഈ എക്സാമ്പിൾ നന്നായിട്ട് മനസ്സിലായോ എങ്കിൽ ഹാവ് യു അണ്ടർസ്റ്റുഡ്? ഈ കറേജിന്റെ താങ്ക് യു അഫ്സൽ. കറേജ് ആണ് ഇല്ലാതെ ഒരു കാര്യമില്ല. ഡോക്ടർ ബാസി, താങ്ക് യു. വിൻസ്റ്റൺ ചർച്ചിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കണം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു. World War II പുള്ളിയാണ് ബ്രിട്ടനെ യുദ്ധത്തിൽ ജയിക്കാനായിട്ട് ലീഡ് ചെയ്തത്. പുള്ളിയാണ് ആ V ഫോർ വിക്ടറി അതിനെ പോപ്പുലറൈസ് ചെയ്തത്. സക്സസ് ഇസ് നോട്ട് ഫൈനൽ, ഫെയിലിയർ ഇസ് നോട്ട് ഫേറ്റൽ, ഇറ്റ് ഈസ് ദി കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്. പറഞ്ഞു വരുന്നത് സക്സസ് എന്ന് പറയുന്നത് നിരന്തരമല്ല, ഫൈനൽ അല്ല. ഇന്ന് സക്സസ്, നാളെ ഫെയിലിയർ ആവും. That is not final. Failure is not fatal. തോൽവി, അത് കാരണം എല്ലാം തീർന്നു പോയി. ഒരു പരീക്ഷയിൽ തോറ്റത് കൊണ്ട് എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നവരുണ്ടോ ഇല്ലയോ? ഡോക്ടർ ലതാ മനോഹരൻ നമ്മുടെ നാട്ടില് നീറ്റ് പരീക്ഷയിൽ ഇതായില്ല, മറ്റേ JEE ഇല്ല, ആത്മഹത്യ. എന്താണ്? തീർന്നു. ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. തീർന്നില്ലേ? ഒരു ഫെയിലിയർ, ഫേറ്റൽ. അതാണ് വിൻസ്റ്റൺ ചർച്ചിൽ പറയുന്നത്, സക്സസ് ഇസ് നോട്ട് ഫൈനൽ ആൻഡ് ഫെയിലിയർ ഇസ് നോട്ട് ഫേറ്റൽ. ഇത് കേട്ടാൽ മാത്രം പോരാ. നിങ്ങളുടെ പിള്ളേരെയും, ഈ ഇരിക്കുന്ന നിങ്ങളുടെ പിള്ളേരെയും എന്റെ ഈ ടോക്കിന്റെ അത് വീഡിയോ റെക്കോർഡിംഗ് കിട്ടുമ്പോൾ അവരെ കാണിക്കണം. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ പിള്ളേർക്ക് ഒരു നല്ലൊരു മനോധൈര്യം കിട്ടണം, അവർ ജീവിതത്തിൽ വിജയിക്കണം എന്ന് നിങ്ങൾക്ക് ശരിക്കും ഒരു ഡിസയർ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഇത് കാണിക്കണം, ഇത് കാണണം.
അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ നിസാരമായിട്ടുള്ള ചില തോൽവി കണ്ടിട്ട് അപ്പോൾ തന്നെ തീർന്നു. ഒരു റിയൽ എക്സാമ്പിളും കൂടെ പറയാം. ഞാൻ MD തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. അന്ന് എന്റെ ഒരു കൊല്ലം സീനിയറായിട്ട് ഒരു ലേഡി ഉണ്ടായിരുന്നു, ഒരു ബ്രില്യൻ സ്റ്റുഡന്റ്. അവരുടെ ജീവിതത്തിൽ ഒരു പരീക്ഷയും തോറ്റിട്ടില്ല. ആളുകൾ SSLCക്ക് എല്ലാം ഫസ്റ്റ് ക്ലാസ്സും ഇവിടെ റാങ്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. പ്രീ ഡിഗ്രി എല്ലാം MBBS എല്ലാം കഴിഞ്ഞു. MDക്ക് ജോയിൻ ചെയ്തു. വളരെ ബ്രില്യന്റ്. എല്ലാവരും ഞങ്ങളെല്ലാം വിചാരിച്ചു ഇപ്പൊ ആരെങ്കിലും ബെറ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി പിന്നെ ജയിക്കും, ഒരു സംശയം വേണ്ട, എത്ര മിടുക്കിയാണ്. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, ഈ എക്സാമിനേഷൻ, എസ്പെഷ്യലി ക്ലിനിക്കൽ എക്സാമിനേഷൻ, അവിടെ ലക്ക് ഓൾസോ പ്ലേസ് എ ബിഗ് റോൾ. എനിക്കെല്ലാം അറിയാം. രോഗി തരികയാണ്, ഒരു 3 പേഷ്യൻസിന് എക്സാം ചെയ്യണം. അതിൽ ഒരു പേഷ്യന്റ് കോപ്പറേറ്റ് ചെയ്യുന്നില്ല വെച്ചോളൂ. ആ പേഷ്യന്റ് അന്നത്തെ മൂഡ് എങ്ങനെയാണ്? പേഷ്യന്റ് നോട്ട് കോപ്പറേറ്റിംഗ്, പേഷ്യന്റ് നോട്ട് ഗിവിംഗ് എ ഗുഡ് ഹിസ്റ്ററി. ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമോ ലതാജി? എസ് ആർ നോ? നോ എന്നെങ്കിൽ എന്നിട്ട് പറ്റുമോ നിങ്ങൾക്ക്? പേഷ്യന്റ് കോപ്പറേറ്റ് ചെയ്യുന്നില്ല, എന്ത് ചെയ്യും? തീർന്നില്ലേ? നോ, നോ. Unfortunately, this girl, she was not able to get good cooperation. അന്നത്തെ ഡേ എല്ലാം കൂടെ ആയിട്ട് ഷീ ഫെയിൽഡ്. എന്റെ 1 year സീനിയർ ആണ്. ഇത് റിയൽ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഫെയിൽഡ്. പിന്നെന്ത് സംഭവിച്ചു? ഷീ നെവർ അറ്റംപ്റ്റഡ്. അക്യൂട്ട് ഡിപ്രഷനിലോട്ട് പോയി. ഷീ ക്ലിനിക്കൽ തന്നെ വിട്ടു. അവിടെയാണ് ഈ വിൻസ്റ്റൺ ചർച്ചിലിലേക്ക് ഒന്ന് വായിച്ച് ഓർക്കേണ്ടത്. ഫെയിലിയർ ഫേറ്റലാണ്. ജീവിതം പോയി, ഒന്നിനും കൊള്ളത്തില്ല. ഞാനിതാ MD പരീക്ഷ തോറ്റു, ഇനി എന്ത്? ദാറ്റ്സ് വാട്ട് ഹാപ്പൻഡ്. ഇവിടെ അതിന് മർമ്മരുന്നെന്ന് അറിയാം. ഞാനും MD എക്സാമിനേഷന് പോയി. ഞാനും MD എക്സാമിനേഷന് പോകുമ്പോൾ അന്നൊക്കെ പാസ്സാകുന്നത് ഒരു 13 പേരാണ് ബാച്ചിൽ. 13 കഷ്ടിച്ച് 2-3 പേരെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാകും. ഫസ്റ്റ് അറ്റംപ്റ്റ്, അതായത് പണ്ട് SSLC, ഇപ്പോഴത്തെ മിക്കവർക്കും അറിയാവുന്ന അറിഞ്ഞൂടാ. പണ്ടൊക്കെ SSLC പരീക്ഷ പോയി കഴിഞ്ഞാൽ ഒരു 30-40% പേരെ ആദ്യത്തേൽ പാസ്സാകത്തുള്ളൂ. ഇന്നിപ്പോഴും 99.9% പേരാണ് ജയിക്കുന്നത്. SSLC തോക്കുന്നതാണ് ഏറ്റവും പ്രയാസം. ശരിയല്ലേ? അജിനി മലയിക്കാൽ SSLC തോക്കാന്ന് പറഞ്ഞാൽ അത് വലിയൊരു ക്രെഡിറ്റ് ആണ്. എടാ, ഇയാൾ എങ്ങനെ തോറ്റു? അത് പ്രത്യേക കഴിവാണ് കേട്ടോ. ഈ പരീക്ഷ തോക്കണം എന്നുണ്ടെങ്കിൽ തലകുത്തി നിന്നാലും പറ്റത്തില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ SSLC പാസിൻ്റെത്. എന്നിട്ട് അപ്പോൾ അന്ന് പാസ്സാണെങ്കിൽ 2-3 പേർക്ക് പാസ്സാകാൻ പറ്റത്തുള്ളൂ, പാസ്സാകാറുള്ളൂ. വളരെ റിജിഡാണ്, വളരെ ഇതാണ്. ഞാൻ എന്റെ കൂടെ പഠിക്കുന്ന ഒരു 3-4 പേരുണ്ട് വളരെ ഹാർഡ് വർക്കിംഗ്. ഹാർഡ് വർക്കിംഗ് പറഞ്ഞാൽ ഞാൻ ഡേ സ്കോളർ ആയിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് അപ്പിക്കൊണ്ടിരുന്നു. ഞാൻ വൈകുന്നേരം 4 മണിയാകുമ്പോൾ തന്നെ അത് കഴിഞ്ഞാൽ എന്റെ ബൈക്കിൽ, അന്ന് എനിക്ക് ബൈക്കൊക്കെ ഉണ്ട്, എന്റെ ബൈക്കിൽ ഞാൻ നേരെ അങ്ങ് വീട്ടിൽ പോകും. അത് കഴിഞ്ഞാൽ ഏതെങ്കിലും സിനിമ കാണാൻ പോകും, അല്ലെങ്കിൽ കുറെ കൂട്ടുകാരായിട്ടൊക്കെ ചുമ്മാ ഇങ്ങനെ കൊച്ചു വർത്താനം പറഞ്ഞ് അങ്ങനെ സമയം ഇത് ചെയ്യും. ഞാൻ അങ്ങനെ ഡെയിലി ഇത് കഴിഞ്ഞിരുന്നു ഹാർഡ് വർക്ക് ചെയ്യുന്നതല്ല. പക്ഷെ വേറെ 3-4 പേരുണ്ട്. അവർ ഹോസ്റ്റലാണ് താമസിക്കുന്നത്, മെഡിക്കൽ കോളേജ് PG's ഹോസ്റ്റലിൽ. ആ ഹോസ്റ്റലിലെ അടുത്ത് തന്നെയാണ് അവിടുത്തെ ലൈബ്രറി. ഇവിടെ നിന്ന് 4 മണി കഴിഞ്ഞ് അവിടെ നേരെ പോയി കഴിഞ്ഞാൽ ഒരു കുളി കഴിഞ്ഞിട്ട് നേരെ കയറി ലൈബ്രറി പോയിട്ട് അടുത്ത് 2 മണിക്കൂർ ലൈബ്രറി ഇരുന്ന് എല്ലാതിന് ശേഷം അത് കഴിഞ്ഞ് വീണ്ടും രാത്രി ആശുപത്രി പോകും, പുതിയ അഡ്മിഷൻ, പുതിയ രോഗികളെ കാണാനായിട്ട്. അങ്ങനെയുള്ള ഒരു 3-4 പേരുണ്ട്. ആ ഡിസ്കഷനിലേക്ക് അവർക്കെല്ലാം അറിയാവുന്ന നോളജ് അപാരമാണ്. അപ്പോൾ ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ തന്നെ ആദ്യമേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ പാസ്സാകത്തില്ല എന്നുള്ള ആ ഉറച്ച വിശ്വാസത്തോടെ ഞാൻ പോകുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാകത്തില്ല. എന്നിട്ട് അടുത്തെന്താ അറിയാം, ഓർക്കേണ്ട ഒരു മന്ത്രം, സൈനാബ് നഹാസ് ഓർക്കേണ്ട ഒരു മന്ത്രമുണ്ട്. എന്താ അറിയാം? രണ്ട് വാക്കാണ്. സോ വാട്ട്. ഓർക്കേണ്ട മന്ത്രം സോ വാട്ട്. ശരി, ഞാൻ പരീക്ഷ പാസ്സായില്ല, ആകാശം ഇടിഞ്ഞു വീഴും. ആകാശമൊന്നും ഇടിഞ്ഞു വീഴത്തില്ല, അങ്ങ് ഭൂമി ഇറങ്ങി പളന്നു പോവോ? എന്നെ വിഴുങ്ങോ? ഇല്ലല്ലോ, അടുത്ത തവണ എഴുതും. അതാണ് കറേജ് തരുന്നത്. ഈ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരുപാട് പിള്ളേർക്കെല്ലാം ആങ്സൈറ്റി, ഫിയർ. അയ്യോ അയ്യോ അയ്യോ. ആ ഫിയർ മാറ്റണം എന്നുണ്ടെങ്കിൽ, പാസ്സായില്ലെങ്കിൽ സാരമില്ല, അടുത്ത തവണ. ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ലെങ്കിൽ സാരമില്ല, സോ വാട്ട്. ഞാൻ ആ ആറ്റിറ്റ്യൂഡാണ് പോകുന്നത്.
എൻ്റെ പേര് വേണുഗോപാൽ റെഡ്ഡിയാർ ആയ കാരണം ഞാൻ സെക്കൻഡ് ഡേ ആണ് എനിക്ക് എക്സാമിനേഷൻ. ആൽഫബറ്റ് ഓർഡറിൽ ഞാൻ ഇരിക്കുന്നത്. ആദ്യത്തെ ദിവസം എല്ലാം ബി എം അവരെല്ലാവരും ആദ്യത്തെ ദിവസം അതുവരെയൊക്കെയാണ് മറ്റേ കൊലകൊമ്പന്മാര്. ഭയങ്കര കംപ്ലീറ്റ് ആയിട്ട് പുസ്തക പുഴുക്കളാണ്. ആദ്യത്തെ ദിവസം അന്ന് തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. അന്ന് തന്നെ ക്ലിനിക്കൽ എക്സാമിനേഷൻ കഴിയുമ്പോൾ തന്നെ മറ്റേ അവർ മാർക്ക് ഇടുന്നതെല്ലാം അവിടുത്തെ നേഴ്സ് എല്ലാം കണ്ടുകൊണ്ടിരിക്കും. എന്നിട്ട് അവരെന്ന് പറയും ഡോക്ടർ പാസ്സായി, അല്ലെങ്കിൽ ഡോക്ടർ തോറ്റു. എ ബി ഉണ്ടെങ്കിൽ പാസ്സായി, സി ഡി ഒക്കെ ആണെങ്കിൽ തോറ്റു. അപ്പോൾ ആദ്യത്തെ ദിവസം വാർത്ത വന്നു, ഈ പറഞ്ഞ 3 പേര് ജയിക്കുമെന്ന് 100% ഉറപ്പോടുകൂടി പറയാൻ പറ്റുന്ന ഈ 3 പേരും തോറ്റു. 3 പേരും തോറ്റു. അടുത്ത ദിവസമാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വളരെ റിലാക്സ്ഡ് ആണ് കേട്ടോ. ഞാൻ വളരെ റിലാക്സ്ഡ് ആണ്. അവര് പോലും ജയിച്ചില്ല, പിന്നെയാണ് ഞാൻ ജയിക്കാൻ പോകുന്നത്. തോറ്റെങ്കിൽ ഒരു കുഴപ്പമില്ല. Do you know what happened? I passed the examination in the first attempt because I was so relaxed. നമുക്ക് എക്സാമിനേഷൻ പോകുമ്പോൾ സ്ട്രെസ് ഉണ്ടോ, ദാറ്റ് വിൽ അഫക്ട് യുവർ പെർഫോമൻസ്. ഞാൻ പാസ്സായതിനു ശേഷം അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. അന്ന് രാത്രി എനിക്ക് ശിവരാത്രി ആയിരുന്നു കേട്ടോ ലതാജി. ശിവരാത്രി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അന്ന് ഞാൻ അനുഭവിച്ചു. എനിക്ക് വിശ്വസിക്കാൻ വയ്യ ഞാൻ പാസ്സായെന്നുള്ളത്. ഈ പരീക്ഷ ആദ്യത്തെ തവണ തന്നെ പാസ്സായി. ഇടയ്ക്കൊക്കെ പതുക്കെ ഒന്ന് നുള്ളിയൊക്കെ നോക്കി ഇത് സത്യമാണോ എന്നുള്ളത്. ദി ഹോൾ തിങ് ആ വിൻസ്റ്റൺ ചർച്ചിലിൽ തുടങ്ങിയാണ്. ഞാനൊരു ടോക്ക് കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ തമാശയൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനുള്ളിലുള്ളത് മിസ് ചെയ്യരുത്. അതിനുള്ള മെയിൻ പോയിന്റ് എന്താ അറിയാമോ? സോ വാട്ട്. അവസാനം ചോദിക്കും ധൈര്യത്തിന് എന്താണ്, എന്ത് മരുന്ന്? അതാണ് ഹോമിയോപ്പതി മെഡിസിൻ അല്ല, അലോപ്പതി മെഡിസിൻ അല്ല. ഈ 2 വാക്കാണ് നമ്മൾ ഉള്ളിൽ തന്നെ ആവർത്തിച്ച് പറഞ്ഞാൽ മതി. സോ വാട്ട്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ ഒരു ഇലക്ഷന് തോറ്റു എന്ന് പറഞ്ഞിട്ട് മറ്റേ കയറിൽ കെട്ടിത്തൂങ്ങി മരിച്ചതിന്റെ വാർത്ത എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ കെട്ടിവെച്ച കാശും പോയി, ഡെപ്പോസിറ്റും പോയി, നാട്ടുകാരെല്ലാവരും അറിഞ്ഞു. മറ്റാണെങ്കിൽ പരീക്ഷ തോറ്റെന്ന് പറഞ്ഞാൽ കൂടിപ്പോയി ഒരു 30-40 പേരെ അറിയത്തുള്ളൂ. അതെ, നിങ്ങളുടെ ബന്ധുമിത്രാദികളല്ലേ അറിയത്തുള്ളൂ. ഇത് TV ചാനലിൽ എല്ലാം കാണിക്കും, ഇങ്ങനെ തോറ്റു, ഇങ്ങനെ കെട്ടിവെച്ച കാശ് പോയി, എല്ലാം പറഞ്ഞിട്ടും ഒരു ഇതുമില്ല. അടുത്ത് എന്നൊരു തലയിൽ ഇട്ടുണ്ടല്ലേ വരുന്നത്. അടുത്ത തന്നെ വെളിയിറങ്ങി എന്താണല്ലേ അതെ സുഖം തന്നെ, ജയിച്ചത് എങ്ങനെയുണ്ട്? നിങ്ങൾക്കായിരിക്കും വിഷമം. നിങ്ങൾക്കാണ് അങ്ങനെ തോറ്റത് കാണുമ്പോൾ വിഷമം. അങ്ങേരുതാ ചിരിച്ചോണ്ട് വരികയാണ്. അതുകൊണ്ട് രാഷ്ട്രീയക്കാരിൽ നിന്ന് പഠിക്കേണ്ട കുറെ പാഠങ്ങളുണ്ട്. കറേജ്. ഇത് എഗ്രി ചെയ്യുന്നുണ്ട്, സമ്മതിക്കുന്നുണ്ടെങ്കിൽ എ ഇട്ടെ. ഞാൻ ഈ പറഞ്ഞ ഇത്രയും സമ്മതിക്കുന്നുണ്ടെങ്കിൽ എ ഇടൂ. മൈ ഡിയർ ഫ്രണ്ട്സ്, വരട്ടെ എ. ഇതാരും സംസാരിക്കാത്ത ഒരു ഏരിയ ആണ്. ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒന്ന് വ്യത്യാസമായിട്ട് പറയുന്നത്. ബാക്കിയുള്ളവർ ചിന്തിക്കുന്നതിന് ഞാൻ ചിന്തിക്കാറേ ഇല്ല. ബാക്കിയുള്ളവർ ചിന്തിക്കുന്നത് അല്ല ഞാൻ ചിന്തിക്കുന്നത്. ഇദ്ദേഹത്തിന് അറിയാം, ജയചന്ദ്രൻജി എന്റെ വെബിനാർ കുറഞ്ഞത് ഒരു 10-50 എണ്ണെങ്കിലും കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയാം ഞാൻ ബാക്കി ആരും ചിന്തിക്കാത്ത രീതിയിലാണ് ചിന്തിക്കുന്നത്. പക്ഷെ അറ്റ് ദി സെയിം ടൈം അത് ഫാക്റ്റാണ്. ഫാക്ട് അല്ലാത്തല്ല ഞാൻ പറയുന്നത്, അപൂർവമല്ല. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. റിയൽ ലൈഫാണ് ഞാൻ പറയുന്നത്. എക്സാമ്പിൾ, he who loses wealth loses much. He who loses a friend loses more. But he that loses his courage loses all. അത് എപ്പോഴാണ്? 400 കൊല്ലത്തിന് മുമ്പുള്ളതാണ്. 400 കൊല്ലം പഴക്കമുള്ളതാണ്. നമ്മളുടെ കുറെ സമ്പാദ്യം, സ്വത്തൊക്കെ പോയെന്നിരിക്കട്ടെ, അത് പിന്നെ ഉണ്ടാക്കാം. യു ക്യാൻ റിക്കവർ. ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സുഹൃത്ത്, നല്ലൊരു വിശ്വസ്തനായ സുഹൃത്ത് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു കിട്ടുമോ? ഇല്ല, പോയി. അത് വലിയ നഷ്ടമാണ്. വലിയ നഷ്ടമാണ്, തീരാ നഷ്ടമാണത്. അടുത്തത് നമ്മുടെ ധൈര്യം പോയോ? എല്ലാം പോയി. ക്ലിയർ മറിയാമ്മ ജോൺ ജി? ധൈര്യം പോയാൽ സബ് കുച്ച് ഖതം ഹോ ഗയാ. നിങ്ങൾ ഹിന്ദി സെക്ടറിലും കേൾക്കുന്നുണ്ടല്ലോ. അതിന് ഷോലെ എന്നുള്ള സിനിമ
ഹിന്ദി സിനിമ, ഞാൻ ഒരു മൂവി അഡിക്റ്റ് ആണ് കേട്ടോ. സിനിമ കാണുന്നതാണ് എൻ്റെ ഒരു അഡിക്ഷൻ. വേറെ കുറെ പേർക്ക് വെള്ളം അടിക്കുന്നത് അപ്പൊ എന്റെ അഡിക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ കാണുന്നതാണ് എൻ്റെ അഡിക്ഷൻ. പക്ഷെ ആ സിനിമയിൽ നിന്ന് ഞാൻ ലെസൺസ് പഠിക്കും. ഞാൻ സിനിമ കാണുമ്പോൾ അതിൽ തന്നെ എല്ലാ സിനിമയ്ക്കകത്തും നല്ല ലൈഫിന് പറ്റിയ ചില മെസ്സേജസ് ഉണ്ട്. അത് മിക്കവരും മിസ് ചെയ്യും. ഷോലെ ആ സിനിമ കണ്ടവരുണ്ടോ ഇവിടെ? ലത, മറിയാമ്മ, ജയചന്ദ്രൻജി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ജയചന്ദ്രൻജി തലയെ കാട്ടുന്നുണ്ട്, കണ്ടു എന്ന് പറയുന്നു. അതില് ഒരു ഡയലോഗ് ഉണ്ട്, ഒരു പീസ് ഓഫ് ഡയലോഗ്. ഗബ്ബർ സിംഗ് എന്ന് പറഞ്ഞ റോളില് അംജദ് ഖാൻ അവൻ പറയുന്ന ഒരു ഇതാണ്. ഞാൻ ആ സിനിമയും ഒരു 10 തവണയെങ്കിലും കണ്ടിട്ടുണ്ട്. ആ ഷോലെ ഒരുപാട് ലൈഫിലുള്ള ലെസൺസ് എല്ലാം അതിനകത്തുണ്ട്. പുള്ളി പറയും, ജോ ഡർ ഗയാ സംചോ വോ മർ ഗയാ. ജോ ഡർ ഗയാ, ആരാണോ പേടിച്ചെന്നുള്ളത്, സംചോ വോ മർ ഗയാ, അയാൾ മരിച്ചു കഴിഞ്ഞു. ജോ ഡർ ഗയാ സംചോ വോ മർ ഗയാ. അതാണ് കറേജിന്റെ ഇമ്പോർട്ടൻസ്. ധൈര്യം ഉണ്ടെങ്കിൽ എന്ത് വന്നാലും ശരി നേരിടാനായിട്ടുള്ള കരുത്ത് കിട്ടും. Courage definition: mental or moral strength to venture, persevere, and withstand danger, fear, or difficulty. വെഞ്ചർ എന്ന് പറഞ്ഞാൽ അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് അതിനുള്ള ധൈര്യം. പിന്നെ തുടങ്ങിയതിനെ വിടാതെ, തടസ്സങ്ങളൊക്കെ വരാം, എന്നാലും വിടാതെ അതുമായിട്ട് അങ്ങ് മുന്നോട്ട് പോകാനായിട്ടുള്ളത്. പിന്നെ പ്രതീക്ഷിക്കാത്ത ചില ഡേഞ്ചറും ചില പേടിപ്പിക്കുന്നതൊക്കെ വരാം, അല്ലെങ്കിൽ കുറെ കഷ്ടപ്പാടുകളെല്ലാം വരാം. എന്നാലും അതിനെ എല്ലാം നേരിട്ടുകൊണ്ട് അതിനെ പോകുന്നതിനാണ് കറേജ് എന്ന് പറയുന്നത്. ഈ ഡെഫിനിഷൻ ക്ലിയർ ആയെങ്കിൽ ഒന്ന് ചെയ്യട്ടെ. ഓർക്കണം, ഇത് സിംപ്ലിഫൈഡ് ഡെഫിനിഷനാണ്. ഞാൻ ഡിക്ഷണറി പോയിട്ട് കുറെ സൈറ്റ്സ് നോക്കിയിട്ട് എനിക്ക് മിക്കതിലും ഇല്ലാത്ത, ചിലതിൽ കംപ്ലീറ്റ് അല്ല, ഇതിലില്ല അതിലില്ല, അതെല്ലാം ഒന്ന് മോഡിഫൈ ചെയ്ത് ഞാൻ എഴുതിയതാണത്. ഡോണ്ട് തിങ്ക് ദാറ്റ് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് കട്ട് ആൻഡ് പേസ്റ്റ് ആയിട്ട് എവിടെന്നെങ്കിലും എടുത്തിടുന്നതല്ല. സോ ദാറ്റ് ഈസ് ഇറ്റ്. ദാറ്റ് ഈസ് കറേജ്. കറേജ് വരുമ്പോൾ പിന്നെ 2 വാക്കുകൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ് അതിന്റെ കൂടെ? ഡിസ്കറേജ്, എൻകറേജ്. അതെന്താണെന്ന് നോക്കാം. ഡിസ്കറേജ്: മേക്ക് someone lose confidence or enthusiasm. എന്റെ പേഴ്സണൽ ലൈഫിൽ നിന്നുള്ള 2 സ്റ്റോറീസ് പറയാം. ചിലതൊക്കെ ഇദ്ദേഹം ജയചന്ദ്രൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം നിങ്ങൾ മിക്കവരും കേട്ട് കാണത്തില്ല. എനിക്ക് 40 വയസ്സ് പ്രായം. മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് മെഡിസിൻ. ആ PSC റാങ്ക് ലിസ്റ്റിൽ നമ്പർ 1 ആയത് കാരണം ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ യൂണിറ്റ് ചീഫ് ആവും, അസോസിയേറ്റ് പ്രൊഫസർ, അത് കഴിഞ്ഞാൽ പ്രൊഫസർ ആവും, HOD ആവും, എല്ലാം ആവും. അപ്പോഴെനിക്കൊരു ആഗ്രഹം വന്നു, ഒന്ന് ഇംഗ്ലണ്ടിൽ പോയി ഒരു MRCP, അത് കഴിഞ്ഞ് അമേരിക്കയിൽ പോയിട്ട് ഒരു അമേരിക്കൻ ബോർഡ് ഓഫ് ഇന്റേണൽ മെഡിസിൻ ഒന്ന് എടുത്താൽ എന്ത്? അതില് അമേരിക്കൻ ബോർഡ് ഓഫ് ഇന്റേണൽ മെഡിസിൻ എക്സാമിനേഷൻ ആണെച്ചാൽ 75% വേണം മാർക്ക് പാസ്സാകാനായിട്ട്. 50 അല്ല, 75%. അതിൽ മിക്കവരും ഒരുപാട് പേര് തോക്കും. 80% കൂടുതൽ ഉണ്ടെങ്കിലേ എവിടെയെങ്കിലും ഇത് കിട്ടത്തുള്ളൂ. വെറുതെ പാസ്സായിട്ടും കാര്യമില്ല. MRCP എക്സാമിനേഷൻ ആണെച്ചാൽ നെഗറ്റീവ് മാർക്കുണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനൊക്കെ തന്നെ ഉത്തരം തെറ്റിയാല് 1 മാർക്ക് പോയി കിട്ടും. നെഗറ്റീവ് മാർക്കും എല്ലാം. ഫ്ലാബ് എക്സാമിനേഷൻ 20% പേരെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാകത്തുള്ളൂ. ഏത് അറ്റംപ്റ്റിലും 20% അപ്പുറം പാസ്സാക്കത്തില്ല. 100 പേര് എഴുതിയാൽ 80 പേര് തോറ്റിരിക്കും. MRCPക്ക് 1/3 പാസ്സാകത്തുള്ളൂ. ദാറ്റ് മീൻസ് 66% തോറ്റിരിക്കും. ദാറ്റ്സ് ദി വേ. ഞാൻ എക്സാമിനേഷൻ എഴുതണം എന്ന് പറഞ്ഞ ആഗ്രഹിച്ചിട്ട് ഞാൻ ഇങ്ങനെ പോകുന്ന കാര്യത്തെ കുറിച്ച് എൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്തും എൻ്റെ സാറന്മാരുടെ അടുത്തും ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ തിങ്കിങ് ഓഫ് ഗോയിങ് ആൻഡ് ടേക്കിങ്. വാട്ട്, യു മസ്റ്റ് ബി ക്രേസി. യു ആർ എ മിഡിൽ ഏജ്ഡ് മാൻ and you have to study everything, anatomy, biochemistry, physiology, all those subjects which you learned long time back, and passing that one, you are stupid. And how much will it cost? ഞാൻ പറഞ്ഞു ഒരു 1-2 ലക്ഷം രൂപ ആവും. ഞാൻ പറഞ്ഞത് 1992-ലാണ്.
അന്നത്തെ 1-2 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 20 ലക്ഷത്തിന്റെ ഇതായിട്ട് വരികയാണ്. സോ മച്ച് മണി. ഇറ്റ് ഈസ് നോട്ട് വർത്ത് ടേക്കിംഗ് റിസ്ക്. സ്റ്റുപ്പിഡിറ്റി. എല്ലാവരും എന്നെ ഡിസ്കറേജ് ചെയ്യാണ്. ഒരേ ഒരു സാർ മാത്രമേ ഉള്ളൂ എന്നെ എൻകറേജ് ചെയ്തത്. അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ഡോക്ടർ ടി ഡി ഗോപാലകൃഷ്ണ പിള്ളൈ, ടി ഡി ജി പിള്ളൈ. അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ചെന്നത്. അദ്ദേഹം റിട്ടയർഡ് ആണ്. ഞാൻ സ്ഥാനത്ത് പറഞ്ഞു, സാർ ഐ എം തിങ്കിങ് ഓഫ് ഗോയിങ് അബ്രോഡ്. അദ്ദേഹത്തിന് ഇതൊക്കെ ഉണ്ട്, FRCP ഒക്കെ ഉണ്ട്. MRCP കഴിഞ്ഞിട്ട് FRCP. സാർ പറഞ്ഞു, ഞാൻ നോക്കിയിട്ട് ഗുഡ്, യു വിൽ ഗെറ്റ് ആൻ എക്സ്പോഷർ, യു വിൽ ബി ഏബിൾ ടു നോ അബൌട്ട് ഹൗ ദിസ് ഇസ് പ്രാക്ടീസ്ഡ് ഇൻ ദി വെസ്റ്റ്. എന്നിട്ട് പുള്ളി ഒരു ഇതും തന്നു, ഒരു അഡ്വൈസ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാകുമെന്ന് വിചാരിച്ച് പോകരുത്. ഇറ്റ് ഇസ് എ ടഫ് എക്സാമിനേഷൻ. ആൻഡ് സാറ് തന്നെ ഒരു തവണ തോറ്റു. വേറെ ഒരു 3-4 സാറുമാരുടെ പേര് പറഞ്ഞ് അവരെല്ലാം 2-3 അറ്റംപ്റ്റ് എടുത്തു. അത് കാരണം തോറ്റെന്ന് പറഞ്ഞ് ഉടനെ പെട്ടിയും പാക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നളായിരുന്നു. പെട്ടിയും പാക്ക് ചെയ്ത് വന്നളായിരുന്നു. യു മസ്റ്റ് ട്രൈ അഗെയിൻ. എങ്ങനെയുണ്ട് ആ എൻകറേജ്മെന്റ്? കൊള്ളാമോ? കൊള്ളാമെന്നുണ്ടെങ്കിൽ പറഞ്ഞേ ഗുഡ് എന്നിട്ടെ ചെയ്യട്ടെ. ദാറ്റ് ഈസ് എൻകറേജ്മെന്റ്. ദാറ്റ് ഈസ് എൻകറേജ്മെന്റ്. ബാക്കിയെല്ലാം ഡിസ്കറേജ്മെന്റ് ആണ്. ഒരാൾ പോലും, താങ്ക് യു ശോഭനാജി, ഒരാൾ പോലും എന്നെ ഇത് ചെയ്യുന്നില്ല. ദെൻ ഞാൻ പോയി. ഞാൻ ആ ഡിസ്കറേജ്മെന്റിനെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോകത്തില്ല. അവിടെ തന്നെ ഇരിക്കും. നാട്ടിൽ തന്നെ കുറ്റിയടിച്ചിരിക്കും. നാട്ടിലെ പൊട്ടക്കിണറ്റിലെ തവളയായിട്ട് ഞാൻ ഇരിക്കുമായിരുന്നു. ഞാൻ ഇവന്റ് അബ്രോഡ്. കുറച്ച് ഈശ്വരാധീനം കൂടെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം പറയുകയാണെങ്കിൽ ഐ മസ്റ്റ് ഗീവ് ക്രെഡിറ്റ് ടു ദി ഊപ്പർവാല. ഈശ്വരാധീനം ഉണ്ട്. അന്നത്തെ ദിവസം പറഞ്ഞില്ല, MD ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാകുന്നത് ഊപ്പർവാലയുടെ ആ കടാക്ഷം ഒന്ന് കൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ പാസ്സായത്. എല്ലാ എക്സാമിനേഷനും ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായി. MRCP പാർട്ട് 1, പാർട്ട് 2, ABIM, എവറി എക്സാമിനേഷൻ. അപ്പോൾ അന്നത്തെ ആ ധൈര്യം എനിക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ, പറഞ്ഞു വരുന്ന പോയിന്റ്, ടോപ്പിക് ഇസ് ധൈര്യം. ആ ധൈര്യം ഇല്ലായിരുന്നെങ്കിൽ എന്ത് നോളജ് ഉണ്ടായിട്ടും എന്തുണ്ടായിട്ടും വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇറ്റ് വാസ് ദാറ്റ് കറേജ്, that one gave me that strength, motivation to go ahead. ഇതിനപ്പുറം ഒരു സുന്ദരമായിട്ടുള്ള സ്റ്റോറി നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ? റിയൽ ലൈഫ് സ്റ്റോറി ഇല്ലല്ലോ. ഞാനിത് എന്നിട്ട് തിരിച്ച് ഞാൻ വരുന്നു. ഇനിയാണ് കഥ. നമ്മുടെ നാട്ടിലെ ഓരോരുത്തരുടെ ഈ നാക്കിന് എല്ലില്ല എന്ന് കേട്ടിട്ടില്ലേ? നാക്കിന് എല്ലില്ല എന്ന്, ഇയാൾക്ക് വട്ടാണ്, സ്റ്റുപ്പിഡാണ് എന്നൊക്കെ പറഞ്ഞവര്. ഞാൻ അവിടെ പോയി പരീക്ഷ കഴിഞ്ഞിട്ട് ഒന്ന് ബ്രീഫായിട്ട് വന്നവിടെ തന്നെ അവരുണ്ട്. അവർ വിചാരിച്ചു തോറ്റാണ്, തോറ്റ് തൊപ്പിയിട്ട് കാണും. അതാണ് അവരുള്ളിൽ സന്തോഷിച്ചുണ്ട്. എന്തായി പരീക്ഷ എന്തായി? ഞാൻ പറഞ്ഞു, ഞാൻ പാസ്സായി. മറ്റേ 5-6 പരീക്ഷ എഴുതാൻ പോയില്ലേ? ഞാൻ പറഞ്ഞു, എല്ലാം പാസ്സായി. പിന്നെ താൻ ജീനിയസ് അല്ലേ? അങ്ങനെയുണ്ട്. അപ്പൊ ഞാൻ പരീക്ഷ പാസ്സായ ഉടനെ ഞാൻ സ്റ്റുപ്പിഡിൽ നിന്ന് നേരെ ജീനിയസ് ആയിട്ട് മാറി. ഇതാണ് ജനത്തിന്റെ നാക്കിലെ എല്ലില്ലാത്തതിൻ്റെ. ഞാൻ തോറ്റിട്ടുണ്ടായിരുന്നെങ്കിൽ അന്നേ പറഞ്ഞില്ലേ, വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഇത് കുറെ നല്ല അഹങ്കാരമാണ് കേട്ടോ. പറഞ്ഞാൽ കേൾക്കത്തില്ല. ഒരു 2 ലക്ഷം രൂപ പൊട്ടിയില്ലേ? 2 ലക്ഷം രൂപ പൊട്ടിയേ ഇല്ലയോ എന്ന് പറയും. സന്തോഷിക്കും. ശരിയാണോ ലതാജി? ശരിയാണോ? അങ്ങനെ നമ്മളെ നിരുത്സാഹപ്പെടുത്തുക, ഡിസ്കറേജ്മെന്റ് ആണ് പറയുന്നത്. നിരുത്സാഹപ്പെടുത്താനായിട്ട് ചുറ്റും സുജേതാജി ഒരുപാട് പേരുണ്ട്. അത് തന്നെ സ്പെഷ്യാലിറ്റി PhD എടുത്തവരാണ് ഒരുപാട് പേര്. ഇങ്ങനെ വരും. ഒരാൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചാൽ അതിനപ്പോഴും തന്നെ വെള്ളം ഒഴിച്ച്, ആ ഒരു ഫയർ ഉണ്ടല്ലോ, ഇന്റേണൽ ഫയർ, ബേണിംഗ് ഫയറുമായിട്ട് വരുന്നതിന് അപ്പോൾ തന്നെ വെള്ളം ഒഴിച്ച് അതിനപ്പോഴും തന്നെ തീർക്കും. എന്തെങ്കിലും പറഞ്ഞു. ഇതിൻ്റെയൊക്കെ ഇനി അടുത്തൊരു എക്സാമ്പിൾ. നമുക്ക് സമയം, ഞാൻ കുറച്ചൊന്ന് സ്പീഡിൽ ഇനി പോകും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഹൈ സ്പീഡിൽ പോകും. ഞാൻ പിന്നെ വന്ദേ ഭാരത് എക്സ്പ്രസ് സ്പീഡാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ സാധാരണ ട്രെയിനിന്റെ സ്പീഡിൽ 70 കിലോമീറ്റർ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് 130 ആയിട്ട് മാറ്റും. ടൈം മാനേജ്മെന്റ്. രണ്ടാമത്, എനിക്കിവിടെ വന്ന് ഞാൻ വർക്ക് ചെയ്ത ഫെഡറൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഡിസ്ക്രിമിനേഷൻ, ഹറാസ്മെന്റ്, റിട്ടാലിയേഷൻ, ബുള്ളിങ്. അവർ സൂപ്പർവൈസ് ചെയ്ത് അവർ വന്നിട്ട് പുരുഷന്മാരെല്ലാവരും അങ്ങനെ ചെയ്യും. ആ സ്ത്രീക്ക് ഒരു 6 അടി 4 ഇഞ്ച് പൊക്കമുണ്ട്. അവർ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ഉള്ള സ്ത്രീയാണ്, ഒരു മദാമ്മ.
അവർക്ക് മറ്റേ ഗേ ആണ് അവര്. അത് കാരണം പുരുഷന്മാരെ കണ്ടുകൂടാ. അവർ പുരുഷന്മാരെ ഹരാസ് ചെയ്യും. അവർ കണ്ട് കുറെ പേര് ജോലി രാജിവെച്ച് അവർ വേറെ എവിടെയെങ്കിലും പോകും. എനിക്കാണെന്ന് അന്ന് ഗ്രീൻ കാർഡേ ഉള്ളൂ. എനിക്ക് US സിറ്റിസൺഷിപ്പ് ആയിട്ടില്ല. ആ ഫെഡറൽ ഗവൺമെന്റ് ജോലി കിട്ടണമെച്ചാൽ മിക്കയിടത്തും US സിറ്റിസനെ കിട്ടത്തുള്ളൂ. അപ്പം ജോലി രാജിവെച്ചാൽ പെട്ടെന്ന് ജോലി കിട്ടത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഫൈറ്റ്. ഐ എം ഗോയിങ് ടു ഫൈറ്റ്. ആ കറേജാണ്. ഫൈറ്റ്. ലീഗൽ ബാറ്റിൽ. അപ്പോഴും ഈ പറഞ്ഞ കുറെ ഫ്രണ്ട്സും ബാക്കി എല്ലാവരും, യു ആർ ഗോയിങ് ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ദി ഫെഡറൽ ഗവൺമെന്റ്? യു മസ്റ്റ് ബി സ്റ്റുപ്പിഡ്. ഡു യു നോ ഹൗ മച്ച് ഇറ്റ് വിൽ കോസ്റ്റ്? Easily $100,000. The lawyer, legal expenses. And you are not going to win. അടുത്ത ഒരു തമിഴ്നാട്ടുകാരൻ ഒരാളുണ്ട്. അവൻ പറഞ്ഞ്, ആ എഞ്ചിനീയറാണ്. സാർ, ഇങ്ങ എല്ലാം കിട്ടേൻ തുപ്പാക്കി ഇருக்கு. ഒരുത്തൻ വന്ന് സുട്ടുവാങ്ങ്. എല്ലാവരും തോക്കിക്കൊണ്ട് അവൻ വന്ന് വെടിവെക്കുന്നു. സൂപ്പർവൈസറൊക്കെ ഒരേ പേടിപ്പിക്കാനായിട്ട്, ഡിസ്കറേജ് ചെയ്യാനായിട്ട്. പിന്നെയും കുറെ പേരുണ്ട് പറഞ്ഞു. അതിനിപ്പം സമയപരിമിതി കാരണം അധികം പറയുന്നില്ല. ഞാൻ എന്റെ ധൈര്യം, നോ, ഐ എം ഗോയിങ് ടു ഫൈറ്റ്. തോക്കും അല്ലെ? സോ വാട്ട്? നേരത്തെ പറയാൻ മന്ത്രം ഒന്നാണ്. സോ വാട്ട്? തോക്കും. സോ വാട്ട്? ആകാശം ഇടിഞ്ഞു വീഴുമോ? ഇല്ലല്ലോ. ശരി, $100,000 ആവും. എന്റെ കയ്യിൽ താങ്ങാനായിട്ടുള്ള ശേഷിയുണ്ടോ? കടം വാങ്ങിക്കാതെ എനിക്ക് ഉണ്ടോ? ഫിനാൻഷ്യൽ റിസർവ് ഉണ്ട്. സോ വാട്ട്? പക്ഷേ it is better to fight and lose than never to have fought. അതാണ് എന്റെ ഫിലോസഫി. It is better to fight and lose than never to have fought. ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ അപ്പോഴും നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഫൈറ്റ് ചെയ്താൽ 50% ചാൻസ് ഉണ്ട് ജയിക്കുന്നുള്ളത്. അതുപോലും നമ്മൾ കളഞ്ഞു വിളിക്കുകയാണ്. I fought, I won the case. അപ്പോഴ് ഈ നേരത്തെ പറഞ്ഞ നാക്കിന് എല്ലില്ലാത്തവരൊക്കെ ഇപ്പിടിത്താ உங்களுக்கு പാഠം ചൊല്ലിക്കൊടുക്കണം. നീങ്ക എങ്ങനെയുണ്ട്? നേരത്തെ തുപ്പാക്കി വന്ന് ചുട്ടുരുവാന്ന് പറഞ്ഞ അയാൾ പറയാണ്, ഇപ്പിടിത്താ உங்களுக்கு ഇങ്ങനെ തന്നെ അയാൾക്ക് പാഠം പഠിപ്പിച്ചു കൊടുക്കണം ആണ് പറയുന്നത്. ഇപ്പിടിത്താൻ കൊള്ളാം. നിങ്ങളെപ്പോലെ കുറെ പേരൊക്കെ ഉണ്ടെങ്കിലേ ശരിയാകത്തുള്ളൂ. ഇതാണ് ജനം. 2 റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു. ദിസ് ഇസ് കറേജ്. ഈ കറേജ് എവിടെ നിന്ന് കിട്ടിയെന്നത് അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. 2 പേർക്കാണ് എനിക്ക് കിട്ടിയത്. ഒന്ന് എന്റെ അച്ഛൻ. എന്റെ അച്ഛൻ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പാളയത്ത് തിരുവനന്തപുരത്ത് ഗുഡ് മോർണിംഗ് സ്റ്റോഴ്സ് കട അദ്ദേഹമാണ് തുടങ്ങിയത്. അദ്ദേഹത്തിന് എന്തെല്ലാം രീതിയിൽ പലതരത്തിലുള്ള ഇതൊക്കെ വരുമ്പോഴും അച്ഛൻ ഒരിക്കലും കറേജ് വിട്ടിട്ടില്ല. അച്ഛൻ ഒരു സ്ഥലം എസ്റ്റേറ്റ് വാങ്ങിക്കുന്നു, അവിടെയും കുറെ പ്രശ്നം അപ്പുറത്തുള്ളതെല്ലാം വിടത്തില്ല അച്ഛൻ അങ്ങ് ഹി വിൽ മൂവ് ഹെഡ് വിത്ത് ദി ഫൈറ്റിംഗ്. 2, തമിഴിലെ സിനിമ പഴയ MGR എന്ന് പറഞ്ഞിട്ടാണ്, MG രാമചന്ദ്രൻ. ചെറുവയസ്സിൽ മുതൽ MG രാമചന്ദ്രന്റെ സിനിമ കണ്ടു വളർന്നതിനാണ് ഞാൻ. അതിൽ MG രാമചന്ദ്രൻ എപ്പോഴും ഹീറോ ആയിട്ടും ഫൈറ്റിംഗ് ഫോർ ദി പുവർ, ഫൈറ്റിംഗ് ഫോർ ഇതിന്റെ കേട്ട് ഇൻജസ്റ്റിസിനെ എഗൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ കുട്ടിക്കാലത്ത് ഇതെല്ലാം എന്റെ ഉപബോധ മനസ്സിൽ, എന്റെ സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് അത് കയറി. ഫൈറ്റ് ഫൈറ്റ് ഫൈറ്റ്, അതാണ് ചെയ്തത്. ഇസ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്? ഇൻട്രസ്റ്റിംഗ് ആണെന്ന് വെച്ചാൽ അയ്യട്ടെ, ചാറ്റ് ബോക്സിൽ ഒരു അയ്യട്ടെ ഇഫ് ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനിയാണ് സ്പീഡ് കൂടുന്നു. വന്ദേ ഭാരത് എക്സ്പ്രസ് ആകാൻ പോവാണ് കേട്ടോ. Encourage, give somebody support, courage or hope. That is what Dr. T.D. Govarashonla did. മമത മമത മമത. ഇനി ഒരു കാര്യം കൂടെ ആദ്യമേ പറയാം, ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെയും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. അമേരിക്കയിൽ റിപ്പബ്ലിക്കൻ പാർട്ടി, ഡെമോക്രാറ്റിക് പാർട്ടി ഉണ്ട്. ഞാൻ ഒന്നിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. നാട്ടിലും 1,900 രാഷ്ട്രീയ പാർട്ടികളുണ്ട് അല്ലെ. CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്, മറ്റേ അവിടെ അണ്ണാ DMK, തൃണമൂൽ കോൺഗ്രസ് എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ഞാൻ നോക്കുന്നത്. ആ ലീഡറിന് ഒരു വിഷണറി ആണോ, കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള കറേജ് ഉണ്ടോ, അത് ചെയ്യുന്നോ, അവരെ എനിക്ക് അപ്രീഷിയേഷൻ. രാജീവ് ഗാന്ധി വലിയ അപ്രീഷിയേഷൻ ആണ്, കോൺഗ്രസ്സുകാരനാണ്, വിഷണറി ലീഡർ. രാജീവ് ഗാന്ധി കാരണമാണ് ആ കമ്പ്യൂട്ടർ വൽക്കരണം ഇന്ത്യയിൽ വന്നത്.
അത് മുന്നോട്ട് അതിനെയും കേരളത്തിൽ എന്താണ് കമ്പ്യൂട്ടർ വൽക്കരണത്തിനെതിരെ, കേരളത്തിൽ എല്ലാത്തിനും എതിരെ മാത്രമേ ഉള്ളൂ കേട്ടോ. യന്ത്രവൽക്കരണത്തിനെതിരെ, കമ്പ്യൂട്ടർ വൽക്കരണത്തിനെതിരെ, ഉദാരവൽക്കരണത്തിനെതിരെ, എല്ലാം എതിരെ കേട്ടോ. പോറൊന്നുമില്ല. ആ കമ്പ്യൂട്ടർ വൽക്കരണത്തിന് എതിരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ സഖാക്കൾ അവരുടെ പിള്ളേരെല്ലാം അമേരിക്കയിലും മറ്റേ ഇംഗ്ലണ്ടിലൊക്കെയാണ് കമ്പ്യൂട്ടർ വെച്ചുകൊണ്ട്. അതിൽ ചില സഖാക്കൾ ഇപ്പോൾ കക്കൂസി പോകുമ്പോൾ തന്നെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പും മറ്റേ ഐപാഡ് എടുത്തിട്ടാണ് പോകുന്നത്. പ്രത്യേകിച്ച് മുൻ വൈസ് ചാൻസലർ, കേരളത്തിലെ മുൻ വൈസ് ചാൻസലർ, അദ്ദേഹം ഒരു സഖാവാണ്. അദ്ദേഹം അന്ന് കമ്പ്യൂട്ടർ വൽക്കരണത്തിനെതിരെ തിരുവനന്തപുരത്തെ PSC ഓഫീസിലെ സമരത്തിന് ഉദ്ഘാടനം ചെയ്ത മനുഷ്യനാണ് അദ്ദേഹം, മുൻ വൈസ് ചാൻസലർ. അദ്ദേഹം ഇപ്പോഴും ഈ ഐപാഡ് ഇല്ലാതെ കക്കൂസി പോലും പോകത്തില്ല. ഇതാണ് കാര്യം. അങ്ങനെ രാജീവ് ഗാന്ധി വിഷണറി, നരസിംഹറാവു വിഷണറി ലീഡർ. അത് കഴിഞ്ഞാൽ ഇപ്പോഴും കുറെ പേരുള്ളതിൽ സ്പെസിഫിക് ആയിട്ട് ഞാൻ പറഞ്ഞാൽ ഒന്ന് നരേന്ദ്രമോദി. ഈ മോഡി പറഞ്ഞാൽ അവിടെ നാട്ടിലുള്ളവരുടെ രക്തം എല്ലാം തിളയ്ക്കും. അയ്യോ സംഖ്യയാണ്, അപ്പൊ ഇയാളൊരു സംഖ്യയാണ് കേട്ടാ. ഞാൻ സംഖ്യയല്ല, മങ്കിയല്ല, പിങ്കിയല്ല. ഞാനൊരു നേതാവിന്റെ കഴിവിനാണ് ഞാൻ അഡ്മയർ ചെയ്യുന്നത്. അതേപോലെ ആ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ത്രീയാണ് മമതാ ബാനർജി. ഫാമിലി ഡൈനസ്റ്റിയിൽ നിന്ന് വന്നതല്ല, താഴെക്കിടയിൽ നിന്ന് വന്നതാണ്. സ്വന്തമായിട്ടൊരു പാർട്ടി തുടങ്ങാനായിട്ടുള്ള ആ ധൈര്യം, ആ പാർട്ടിയെ തന്നെ അധികാരത്തിൽ ഇതാ പിടിച്ചോ. ഈ CPM-നെ അവിടെ നിന്ന് കെട്ടുകെട്ടിച്ചു. ബംഗാളില് 30 കൊല്ലം ഭരിച്ച CPM-നെ കെട്ടുകെട്ടിച്ചു. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ CPM-നും കോൺഗ്രസിനും 0 വോട്ട്സ് ആണ്. 2022 0-0. ഇപ്പോഴും തന്നെ ഈ ഇലക്ഷനിൽ 29 സീറ്റ് കൂടുതൽ സീറ്റ് എടുത്തു. BJP-യുടെ സീറ്റ് എണ്ണം കുറഞ്ഞു. കറേജ്, ഈസ് എ ഗ്രേറ്റ് കമ്മ്യൂണിക്കേറ്റർ. അതിന്റെ ആ ബോഡി ലാംഗ്വേജിനാണ് അത്രയും നാല് ഇത് കാണിച്ചത്. ജസ്റ്റേഴ്സ് എല്ലാം കാണിക്കുന്നത് അപാരമാണ്. മമതാ ബാനർജി, മോഡി ആൻഡ് ട്രംപ് അപാര കറേജ് ഉള്ളവരാണ് രണ്ടുപേരും. എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് ഇട്ടെ. എഗ്രി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവസാന ഡിസ്കഷൻ സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ എഗ്രി ചെയ്യുന്നില്ല എന്നുള്ളത് എന്നെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി തരണം. എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഇട്ടെ. താങ്ക് യു. രണ്ടുപേരും അപാരമാണ്. ട്രംപിന്റെ കറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ കറേജ് എന്ന് വെച്ചാല് ഒരുപാട് ഒരു 10-30-40 കേസുകൾ കിടപ്പുണ്ട്. ലീഗൽ കേസുകൾ, ലീഗൽ ബാറ്റിലും ഒരു കേസിലല്ല ഒന്നില്ലെങ്കിൽ എല്ലാം തോറ്റു. വിടുന്നേ വിടുന്നില്ല, മുന്നോട്ട് പോയിരുന്നത്. ഹി ഈസ് ഗോയിങ് ടു കണ്ടസ്റ്റ്, ഹി ഈസ് ലൈക്ലി ടു ബിക്കം ദി നെക്സ്റ്റ് പ്രസിഡന്റ്. പോരെ, അതാണ് കറേജിന്റെ ഇതിന്റെയൊക്കെ. ഇനി അടുത്തത് കാണിക്കാൻ പോവാണ്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആൻഡ് മോഡി. മൻമോഹൻ സിംഗിന് എത്രത്തോളം കറേജ് ഉണ്ട്? കൂടുതൽ കറേജ് ഉണ്ടോ ഇല്ലയോ? ഇല്ല എന്നുണ്ടെങ്കിൽ നോ നെട്ടെ, ഉണ്ടെങ്കിൽ യെസ് എണ്ണ. ബി ഫ്രാങ്ക്, ബി ട്രൂത്ത്ഫുൾ. നോ. ഡോക്ടർ ശോഭന, നോ. അതിന്റെ സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. മൻമോഹൻ സിംഗ് ഒരിക്കൽ പോലും ഒരു പാർലമെന്റ് ഇലക്ഷൻ മത്സരിച്ച് ജയിച്ചിട്ടില്ല. ഒരിക്കലേ പുള്ളി മത്സരിച്ചുള്ളൂ, തോറ്റു 98-ല്. പിന്നെ മത്സരിച്ചിട്ടേ ഇല്ല. കറേജ് ഇല്ല ഈവൻ ടു കണ്ടസ്റ്റ്. എല്ലാം രാജ്യസഭയിൽ കൂടെ നോമിനേറ്റ് ചെയ്താണ് വരുന്നത്. ആദ്യം ഫിനാൻസ് മിനിസ്റ്റർ ആയാലും രാജ്യസഭയിൽ കൂടെ നോമിനേറ്റ് ചെയ്തത്. പ്രൈം മിനിസ്റ്റർ ആയത് 2 തവണയും രാജ്യസഭയിൽ കൂടെ നോമിനേറ്റ് ചെയ്തത്. അദ്ദേഹം മന്ത്രിസഭ പാസ്സാക്കിയ ഒരു ഓർഡിനൻസിനെ പബ്ലിക്കായിട്ട് അന്നത്തെ MP, ഞാൻ പേര് പറയാതെ നിങ്ങൾക്ക് അറിയാം, ആ MP വലിച്ചു കീറി കളയുന്നു. കുറച്ചൊരു സെൽഫ് റെസ്പെക്റ്റും കറേജും ഉണ്ടെങ്കിൽ he would have resigned his job as a prime minister or openly mind that one. You are an ordinary MP. You cannot tear that ordinance. പറയാനുള്ള കറേജ് ഇല്ല. ഈ പറയുന്ന എത്ര പേർക്ക് അറിയാവുന്ന അറിയണ്ട. ജയചന്ദ്രൻജി, നിങ്ങൾക്കെങ്കിലും അറിയാമോ ഞാൻ ഈ പറയുന്നത്? അറിയാവുന്നുണ്ടെങ്കിൽ എസ് ഇട്ടെ. ആ കോൺഗ്രസ് നേതാവ് ഇപ്പോഴും ഉണ്ട്. ആ കോൺഗ്രസ് നേതാവിനെയാണ് ഇപ്പോഴെല്ലാവരും വലിയ ധീരനാണ്, വീരനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൻമോഹൻ സിംഗ് കംപ്ലീറ്റ് അത് പറയാനുള്ള വലിയ കറേജ് ഇല്ല. He has become a very puppet like. Must have courage to face criticism. എന്തിനാണ് കറേജ് വേണ്ടത്? ക്രിറ്റിസിസം ഫേസ് ചെയ്യാനായിട്ട്. ഫേസ് ഫെയിലിയർ. അതാണ് ഞാൻ പറഞ്ഞ മറ്റേ എൻ്റെ സീനിയർ ആയിട്ടുള്ള ആ ഗേൾ എല്ലാം ഞാനും പരീക്ഷ പോയി കഴിഞ്ഞാൽ തോക്കും എന്നുള്ളത്. MRCP ഏതാണെന്ന് വെച്ചാലും അതിനുള്ള കറേജ് ഉണ്ട്. ഫേസ് ഫെയിലിയർ. കേസ് ഇടുമ്പോഴും ഫേസ് ഫെയിലിയർ, ഫേസ് റിജക്ഷൻ, ടേക്ക് റിസ്ക്, അഡ്മിറ്റ് ഇഗ്നറൻസ്, ഫേസ് റിജക്ഷൻ,
ഫോർ യുവർ ഇൻഫർമേഷൻ. ഞാൻ ഇവിടെ നിന്ന് എല്ലാ പരീക്ഷയും പാസ്സായി ഫസ്റ്റ് അറ്റംപ്റ്റിൽ. പക്ഷെ പിന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യം നടക്കുന്നത്. ഞാൻ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നു, സീനിയർ ഓഫീസർ ഞാൻ ജോലിക്ക്. ആദ്യമൊക്കെ 200 സ്ഥലത്ത് അപ്ലൈ ചെയ്തിട്ട് റിജക്ഷൻ ആണ്. ഓവർ എ പീരീഡ് ഓഫ് സോ മെനി മന്ത്സ്. ഒരാഴ്ച 5 സ്ഥലത്ത് ഞാൻ അപ്ലൈ ചെയ്യും, റിജക്ഷൻ. എന്താണ്? ഏജ് 40 വയസ്സ് കഴിഞ്ഞു, ഓവർ എക്സ്പീരിയൻസ്. ഇവിടെ എല്ലാം അടിച്ചു വെച്ചിട്ടുണ്ട്. നോ ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഏജ്, സെക്സ്, നാഷണാലിറ്റി. അതെല്ലാം പേപ്പറിൽ കിടക്കും. ഞാൻ വന്നു, എന്റെ കാശെല്ലാം തീർന്നു, എന്റെ കയ്യിൽ കൊണ്ടുവന്ന കാശെല്ലാം ഇതായി. ഞാൻ വിചാരിച്ച് പാസ്സായി, ഇനിയിപ്പോൾ ജോലി കിട്ടുന്നു. ഇങ്ങനെ ജോലി കിട്ടാതിരിക്കുകയാണ്. ആൻഡ് ഐ ഹാഡ് ടു ബോറോ മണി ഫ്രം ഞാൻ എന്നെ പഠിപ്പിച്ചു വെച്ച ഒരു സ്റ്റുഡന്റ്, എന്നെക്കാളും ഒരു 8 വയസ്സ് പ്രായം കുറവുള്ള സ്റ്റുഡന്റ്. അപ്പോൾ അവിടെ വന്ന് MRCP കഴിഞ്ഞ് നേരത്തെ വന്നു, MBBS കഴിഞ്ഞ ഉടൻ തന്നെ അവിടെ ജോലി കൊണ്ടിരിക്കുക. ആ കുട്ടിയുടെ നിന്നാണ് ഞാൻ കുറച്ച് കാശ് ഞാൻ കടം വാങ്ങിക്കുന്നത്. അപ്പോഴും വേറെ കുറെ പേര് അവിടെ നിന്ന് പറഞ്ഞു പറയാം, എന്തിന് നിങ്ങൾ ഇവിടെ കിടന്ന് ഈ വയസ്സുകാലത്തേക്ക് വന്ന് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ അവിടെ അസിസ്റ്റന്റ് പ്രൊഫസർ അല്ലേ, ശരിക്കും അവിടെ പോകണം, നിങ്ങൾ അവിടെ പോയി ജോയിൻ ചെയ്യണമെന്ന്. നിങ്ങൾ വെറുതെ ഇവിടെ കിടന്ന് ഇങ്ങനെ കട്ടയടിക്കരുത്. ഡിസ്കറേജ്മെന്റ്. Did I give up? No. I pursued. റെഗുലർ ജോബ് കിട്ടുന്നില്ല, ശരി, എന്നാൽ ലോക്കൽ ജോബ്, ടെമ്പററി ജോബ് എടുക്കുന്നു. മണിക്കൂറിന് വേതനം, മണിക്കൂർ ശമ്പളത്തിൽ. ഒരു ദിവസം ജോലി എടുത്ത സ്ഥലമുണ്ട്. 8 മണിക്കൂർ ശമ്പളം ചെയ്യുമ്പോൾ 80 പൗണ്ട് കിട്ടും. അത് മതി ഒരാഴ്ചത്തേക്ക് ജീവിക്കാനായിട്ട്. അങ്ങനെ വിടാതെ അവിടെ ചെയ്തു. MRCP പാർട്ട് 2 എടുത്തു, 2 കൊല്ലം അവിടെ വർക്ക് ചെയ്തു. റിജക്ഷൻസ് അമേരിക്കയിലും നിയർലി 700 റിജക്ഷൻസ് ആണ്. ഇവിടെ എല്ലാ ഡിസ്ക്രിമിനേഷനും ഉണ്ട് കേട്ടോ, എല്ലാം ഫേസ് ചെയ്തിട്ടുള്ളതാണ്. ഐ ഡിഡ്ന്റ് ഗിവ് അപ്പ്. ആ ഒരു പെർസിവറൻസ്, ആ കറേജ്, ടേക്ക് റിസ്ക്. ആ റിസ്ക് ആണ്. 2 ലക്ഷം രൂപയും ചിലവാകും. അവിടെ പരീക്ഷയ്ക്ക് പോകുന്നു, ഇവിടെ കേസ് വിടുമ്പോൾ വക്കീലിന് ഇത്രയും കൊടുക്കണം. റിസ്ക്. അഡ്മിറ്റ് ഇഗ്നറൻസ്, അറിഞ്ഞോണെങ്കിൽ അറിഞ്ഞോണെന്ന് പറയും. അത് മിക്കവരും പറയത്തില്ല. കോൺഗ്രസ് ഒപ്പോസസ് PM മോഡിസ് മെഡിറ്റേഷൻ പ്രോഗ്രാം അറ്റ് കന്യാകുമാരി. എന്ത് ചെയ്താലും ക്രിട്ടിസൈസ് ചെയ്യും. ആ ക്രിട്ടിസൈസിനെല്ലാം ഫേസ് ചെയ്യാനായിട്ടുള്ള കറേജ് ആണ് മോഡിക്കുള്ളത്. സെയിം തിങ് ലുക്ക് അറ്റ് രാഹുൽ ഗാന്ധി. എന്നാ പിടിച്ചോ, ഒരു ശിവക്ഷേത്രത്തിൽ ചെന്ന് എന്നാ പിടിച്ചോ, ഇതൊക്കെ ആ ഭാരത് ജോഡോ യാത്ര എടുത്ത്. എന്നാ റെയിൽവേ സ്റ്റേഷനിൽ പോയി കൂലിയുടേതായിട്ടൊക്കെ ആ സൂട്ട് കേസിൽ താഴെ വീലൊക്കെ ഉണ്ട്, തല വെക്കേണ്ട ആവശ്യമില്ല, അത് ഉരുട്ടിക്കൊണ്ട് പോകാനുള്ളതാണ്. അതിന് തല വെച്ചുകൊണ്ട് പോസ് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് എന്നാ പിടിച്ചോ, ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി ഗത എടുത്തുകൊണ്ട് പോകുന്നു. എത്ര ക്രിറ്റിസിസം, ട്രോൾ എന്നറിയാം, എത്ര ആയിരക്കണക്കിന്. ഒരിതില്ല, ദേ ആർ ഫേസ്ഡ് ക്രിറ്റിസിസം, കറേജ്. ഇത് കൺവിൻസ് ആയോ? രാഷ്ട്രീയക്കാരത്ത് പഠിക്കേണ്ടതാണ്. ഇത് കൺവിൻസ് ആയെങ്കിൽ ചെയ്യട്ടെ. ഇവിടെ ബാക്കിയുള്ള നമ്മളെല്ലാവരും അയ്യോ 4 പേരെന്ത് പറയും, 4 പേരെന്ത് വിചാരിക്കും, ഹിന്ദിയിൽ 4 ലോഗ് ക്യാ കഹേംഗെ, അതെടുത്ത് മാറ്റണം. ആ മൈൻഡ് സെറ്റ് മാറ്റണം. നീ പറഞ്ഞോടെ, നീ പറഞ്ഞ എനിക്കൊരു പുല്ലാണ്. നമ്മുടെ നാട്ടിൽ പറയല്ലോ, നീ പറയുന്നത് എനിക്കൊരു പുല്ലാണ്. അതാണ് ഓർക്കേണ്ട മന്ത്രം. എനിക്ക് പുല്ലാണ്. ഏറ്റവും അറിയാമാജി. അതുകൊണ്ട് നാളെ ഈ പുല്ല് വാക്ക് ഓർത്തോളണം. ഡോക്ടർ വേണുഗോപാൽ റെഡ്ഡിയാർന്ന് കിട്ടിയ ഇതാണ് മന്ത്രമാണ്. എനിക്ക് പുല്ലാണ് കേട്ടോ. ഇതാണ് കറേജ് വളരാനായിട്ടുള്ള കിട്ടുന്ന ശക്തി. നോക്കിക്കോളേ, എന്തൊരു കറേജാണ്. ശത്രുക്കൾ എത്രയാണുള്ളത്, ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ. ആ റോഡ് ഷോ എന്ന് പറഞ്ഞ് അതിൽ ഇറങ്ങി നടക്കാന്ന് പറഞ്ഞാല് ജീവൻ എത്ര ഹൈറ്റ് ഇതല്ലേ. നേരെ വെച്ച് നമ്മുടെ നാട്ടിലെ പേര് പറയാനും നിങ്ങൾക്ക് അറിയാം. ഒരു മന്ത്രിയാണെച്ചാൽ സെക്യൂരിറ്റി ഗാർഡ് 10-40 പേര്, ഒരു 10 കാറ്, റോഡിൽ എല്ലാവരും അകത്ത് ഇരുത്തിയിട്ട് ഒന്നും പോലും ഇതാക്കില്ല. അങ്ങനെ പേടിച്ച് നിൽക്കുമ്പോഴാണ് ആ മോഡി കണ്ടില്ലേ, എന്തൊരു കറേജാണ്. റൈറ്റ്, വെടിയിച്ചോടാ, ഞാനിതാ ഇറങ്ങി നടക്കുന്നുണ്ട്. ദാറ്റ് ഇസ് കറേജ്, അൾട്ടിമേറ്റ്. ഇതിന് ഒരു റോളും ഇല്ല. നമുക്ക് ഇനിയും പറയാന്ന് വെച്ചാൽ ഒരു 10-20 വിദ്യാർത്ഥികളുടെ കണ്ടന്റ് ഉണ്ട്. വന്ദേ ഭാരത് എക്സ്പ്രസിൽ പോയിട്ട് ശരിയാകുന്നില്ല. അത് കാരണം ഞാൻ ബ്രിങ്ങിങ് ഇതിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതിന്റെ പാർട്ട് 2 ആണെങ്കിൽ വേറെ ദിവസം ചെയ്യാം. കറേജിന്റെ പാർട്ട് 2. അതിന്റെ ഇപ്പോഴത്തെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നന്ദി സാറേ. വേണുഗോപാൽ സാർ ഞങ്ങൾക്ക് സത്യത്തിൽ നല്ലൊരു പ്രയോജനമുള്ള ക്ലാസ് ആണ് ഇന്ന് ഞങ്ങൾക്ക് തന്നത്. എന്നെ പോലുള്ളവർക്ക് പ്രത്യേകിച്ചും. സാറിന്റെ അനുഭവത്തിൽ കൂടെ ഇത്രയും ധൈര്യം കാണിച്ചു തന്നു. ഇനി ഇതിന്റെ ബാക്കി അടുത്തൊരു ക്ലാസ് ആയിട്ട് സാറ് നടത്തണം.
താമസിയാതെ തന്നെ അങ്ങ് നടത്തുന്നത് നല്ലതാണ്. ഇനിയുള്ള ഒരു 5 മിനിറ്റാണ് ഇനിയുള്ളത്. ഇത് ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും സംശയം ചോദിക്കാനോ സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായം പറയാനോ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. പ്ലീസ്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആ ഗ്യാപ്പ് ഇടുന്നത്. എന്നുവെച്ചാല് എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറെ ചോദ്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കും എനിക്ക് കേൾക്കണം. എന്നുവെച്ചാല് ഇത് യുണീക്കാണ്. ഇങ്ങനൊരു ടോക്ക് നിങ്ങൾ നാളിതുവരെയായിട്ട് കേട്ട് കാണത്തില്ല. സംശയമുണ്ടോ? ഞാൻ പറയുന്നത് ശരിയാണോ? ഇങ്ങനൊരു ടോക്ക് ഇല്ലല്ലോ, ആരും കൊടുത്തു കാണത്തില്ല. ലത എനിബഡി ഹു വാണ്ട്സ് ടു സേ സംതിങ്? ലതാജി ഒന്ന് ചോദിച്ചോളൂ, അല്ലെങ്കിൽ പറഞ്ഞു. അൺമ്യൂട്ട് ചെയ്യാവേ. അൺമ്യൂട്ട് ചെയ്യണം. ചെയ്യാം. ഒന്ന് എല്ലാവരുടെയും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുത്തേ ഉള്ളൂ കേട്ടോ. ലത ലതാജി പറഞ്ഞോളൂ. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരേ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമ്മൾ ഇത് എങ്ങോട്ടാണ് പോകുന്നെന്നുള്ളത് നമുക്ക് പോലും അത് കേൾക്കുമ്പോൾ മനസ്സിലാവില്ല. അത്രയ്ക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡോക്ടർ ഞങ്ങളെ വേറൊരു കറേജിന്റെ ഒരു ലോകത്താണ് ഇപ്പൊ എത്തിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് കാര്യം ഒന്നിലും നമ്മൾ ലൂസാകേണ്ട കാര്യമില്ല. എവിടെയും നമ്മൾ പിടിച്ചു നിൽക്കണം, തോറ്റു കൊടുക്കരുത്, ലൂസാകരുത്. ആ ഒരു നല്ല ഒരു കറേജാണ് നമുക്കിപ്പോ കിട്ടിയത്. അതെല്ലാവർക്കും നമുക്കത് പ്രയോജനപ്പെട്ടിട്ട് ഇതിന്റെ ഇനിയും കുറച്ച് കൂടുതൽ എക്സ്പീരിയൻസ് ഡോക്ടറുടെ ലൈഫിൽ നിന്ന് തന്നെ കുറച്ച് നമുക്ക് പറഞ്ഞു തന്നത് വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഡോക്ടറിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. വളരെ സന്തോഷം. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇതിന്റെ റെക്കോർഡിംഗ് കിട്ടുമ്പോൾ ഒന്ന് വാച്ച് ചെയ്യണം, വീണ്ടും കാണണം. ഞാൻ കുറെയൊക്കെ പറഞ്ഞു പോയത് ഒരിക്കൽ കേട്ടാൽ നമുക്ക് എല്ലാം ഓർക്കാൻ പറ്റുന്നെങ്കിൽ ജീവിതത്തിൽ പിന്നെ പിന്നെ പരീക്ഷ പഠിക്കണ്ടല്ലോ. ക്ലാസ്സിൽ കേട്ടതിന് പിന്നെ പരീക്ഷ സമയത്ത് എന്തിനാ പിന്നെ റിവൈസ് ചെയ്യുന്നു? എല്ലാം മറന്നില്ലേ? പഠിച്ചത് മറന്നു പോകുന്നില്ലേ? അതുപോലെയാണ് ഇതും. ഇത് ഒരു തവണ കേട്ടാ പോരാ, ഇതൊരു 2-3 തവണ കാണണം. ഇത് മെമ്മറിയിൽ സ്ട്രോങ് ആയിട്ട് സ്റ്റിക്ക് ചെയ്യും. ഹരിഹരൻ സാറ് കേൾക്കാമല്ലോ. സാർ സെലക്ട് ചെയ്ത സബ്ജക്ട് നല്ലതാണ്. പക്ഷെ എന്റെ അഭിപ്രായം പറയണമല്ലോ. ഈ കറേജ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ ഒരു വ്യക്തി കൊടുങ്കാട്ടിലേക്ക് കയറും. അയാൾക്ക് ഒരു ഭയവുമില്ല. അയാൾക്ക് മൃഗങ്ങളെ ഭയമില്ല, അയാൾക്ക് അവിടുത്തെ അന്തരീക്ഷം ഭയമില്ല, അയാൾക്കൊന്നും ഭയമില്ല. പക്ഷേ ആ വ്യക്തിക്ക് അയാളുടെ കുട്ടിക്ക് ഒരു ചെറിയ ടെമ്പറേച്ചർ വന്നാൽ മതി, അയാൾ കിയോ കരയും. അപ്പം ഇത് ഞാൻ ഉദാഹരണം പറഞ്ഞു തന്നുള്ളൂ. അതായത് ഈ ഒരിക്കലും നമുക്ക് കറേജിനെ ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ ഫീൽഡിലുമാണ് ഓരോരുത്തർക്കും കറേജ്. പിന്നെ അടുത്ത ഒരു കാര്യം ഞാൻ പറയാം. കറേജ് എന്ന് പറയുന്നത് ഐഡിയോളജിക്കൽ കറേജ് എന്നും പറഞ്ഞൊരു കറേജ് ഉണ്ട്. ഐഡിയോളജിക്കൽ കറേജ്. ആ ഐഡിയോളജിയിൽ സ്ട്രോങ് ആണെങ്കിൽ അയാൾക്ക് മരണമാണല്ലോ ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം. മരണം പോലും പ്രശ്നമല്ല. ദാറ്റ് ഈസ് ഐഡിയോളജിക്കൽ കറേജ്. അപ്പൊ ഈ കറേജ് എന്ന് പറയുന്നത് ഒരിക്കലും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. അതാണ് എന്റെ അഭിപ്രായം. താങ്ക് യു ഹരിഹരൻ ജി. ഞാൻ ഒരിക്കലും പറഞ്ഞില്ല കറേജ് ജനറലൈസ് ചെയ്തതല്ല ഞാൻ പറഞ്ഞത്. ഓരോ ഇൻസിഡന്റിലും എങ്ങനെ നേരിടാം, നമുക്കുള്ള ഫിയർ. കറേജ് എന്ന് പറഞ്ഞാൽ ഫിയറിനെ മാറ്റാനാണ് മന്ത്രം. ഫിയർ ആണ് നമുക്ക് പിടിച്ച് ഇതാക്കുന്നത്. ഫിയർ മാറ്റിക്കഴിഞ്ഞാൽ കറേജ് വന്നു കഴിഞ്ഞു. ഒരു പനി വന്നു കഴിഞ്ഞു, നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് നോളജ് ഉണ്ടെങ്കിൽ അപ്പോഴെന്താണ് പനി? ഓക്കെ, ഒന്ന് കോമൺ സെൻസ് ഉപയോഗിക്കണം. ദിവസവും പനി എത്ര പേർക്ക് വരുന്നു? കുറഞ്ഞത് ഒരു 10 നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ തന്നെ, നമുക്ക് പരിചയത്തുള്ള ബന്ധുക്കൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു 4-5 പേർക്കെങ്കിലും പനി കാണും മിക്കപ്പോഴും. അവരെല്ലാം മരിച്ചുപോയോ? നമുക്ക് പണ്ട് പനി വന്നിട്ടുണ്ടോ? നമ്മൾ മരിച്ചുപോയോ? നമ്മുടെ കുട്ടിക്ക് പണ്ട് പനി വന്നിട്ടില്ലേ? മരിച്ചുപോയോ? ചിന്തിക്കുന്നില്ല.
നമ്മളുടെ ഫിയർ വരുമ്പോൾ വി സ്റ്റോപ്പ് തിങ്കിങ് റാഷണലി. ലോജിക് അങ്ങ് കാറ്റി പറന്നു പോകും. ദി മൊമെന്റ് ലോജിക് പറന്നുപോയോ പിന്നെ പേടിയാണ്. പേടിയുള്ള ഒരാൾക്ക് കറേജും പേടിയും ഒന്നിച്ചിരിക്കത്തില്ല, ഒരേ സ്ഥലത്ത് താമസിക്കാൻ പറ്റത്തില്ല. സോ ഫസ്റ്റ് ഡീൽ വിത്ത് ദി ഫിയർ. ഇറാഷണൽ ഫിയറിനെ ആദ്യം യു ഹാവ് ടു ഡെവലപ്പ് ദി തിങ്കിങ് സ്കിൽ. എൻ്റെ ഒരു ടോക്ക് കിടപ്പുണ്ട്, യൂട്യൂബിൽ കയറി നോക്കിയാൽ അറിയാം, ഹൗ ടു തിങ്ക്. അത് നേരെ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഫിയർ പമ്പ കിടക്കും, കറേജ് താനേ വരും. എനിക്ക് കൗണ്ടർ ആർഗ്യുമെന്റ് ഉണ്ട്, പക്ഷേ ഞാൻ ഇവിടെ അത് കൂടുതലായിട്ട് ആർഗ്യം ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ആർഗ്യുമെന്റ് ഇഷ്ടമല്ല. ഇതിൽ ആർഗ്യുമെന്റ് ഇസ് എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ്, ഡിസ്കഷൻ ഇസ് എക്സ്ചേഞ്ച് ഓഫ് ലൈറ്റ്. ഞാൻ പറയുന്നത് ഡിസ്കഷൻ ഇസ് എക്സ്ചേഞ്ച് ഓഫ് ലൈറ്റ്, ആർഗ്യുമെന്റ് ഇസ് എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ്. ബിഹൈൻഡ് എവറി ആർഗ്യുമെന്റ് there is ഒരു കടുംപിടുത്തമുണ്ട്. somebody is holding a rigid ഒരു ഒപ്പീനിയൻ, and opinion is not based on fact. ഇനി അതിന് എല്ലാവർക്കും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കാമോ? അത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി 1 minute ഓവർ. ജയചന്ദ്രൻ ഡോക്ടർ എന്ന് സാറിന് നന്ദി പറയണേ. ജയചന്ദ്രൻ ഡോക്ടർ 10 മണി കഴിഞ്ഞു, സമയം കഴിഞ്ഞത് കൊണ്ട് മാത്രം ഇടപെടുന്നതാണ്. ജയചന്ദ്രൻ ഡോക്ടർ പറഞ്ഞോളൂ. ജയചന്ദ്രൻ ജി, അൺമ്യൂട്ട് ചെയ്യണം. He is muted. അൺമ്യൂട്ട് ചെയ്യാം, സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്യാം ഡോക്ടറെ. ഡോക്ടറെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒരു മലയാളിയായ കേരളീയനായ തിരുവനന്തപുരത്തുകാരനായ അങ്ങ് ഇവിടെ വന്ന് നമ്മുടെ മുമ്പിലിരുന്ന് നമുക്ക് വളരെയധികം ധൈര്യം പകർന്നു തന്ന്, എന്നുവെച്ചാൽ ധൈര്യമില്ലെങ്കിൽ ജീവിതമില്ല എന്ന് ബോധ്യപ്പെടുത്തി എത്തുന്ന അങ്ങയുടെ വാക്കുകൾ വളരെയധികം സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുന്നു. വീണ്ടും വീണ്ടും ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് നമുക്ക് നല്ലതുപോലെ ഇതിനേക്കാളും അപ്പുറമായിട്ട് എല്ലാ വിഷയങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് അങ്ങയോട് അപേക്ഷിക്കുകയാണ്. ഇത് പറഞ്ഞപ്പോൾ 1 മിനിറ്റ് കൂടെ ഞാൻ ഒന്ന് പറഞ്ഞു നിർത്താം. ഇത് പറഞ്ഞപ്പോൾ എൻ്റെ മകന് നാട്ടിലാണ്, അവന് 7ാം ക്ലാസ്സിന് മുതൽ ശേഷം അവിടെയാണ് അവൻ MBA വരെ പഠിച്ചത്. അന്ന് തന്നെ ഒരുപാട് ക്രിറ്റിസിസം ഇവിടെ നിന്ന് അവിടെ അയക്കുന്നു ഇന്ത്യയിലോട്ട്, അവിടെ ശരിയാവും, ഇതാവും, ഓൾ സോർട്സ് ഓഫ് ഡിസ്കറേജ്മെന്റ്. അത് കഴിഞ്ഞിട്ട് അവൻ്റെ ഞാൻ ആദ്യം പറഞ്ഞെന്താ അറിയാം, ക്ലാസ്സിൽ ഒന്നാമനാകണമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നെവർ ട്രൈ ടു ബി നമ്പർ 1. അതാണ് ഏറ്റവും വലിയ സ്ട്രെസ് വരുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും നമ്പർ 1 ആയിരുന്നില്ല. ആൽബർട്ട് ഐൻസ്റ്റൈൻ വാസ് നെവർ നമ്പർ 1. അതുകൊണ്ട് ഒന്നും സംഭവിക്കത്തില്ല, ആകാശം ഇടിഞ്ഞു വിടത്തില്ല. ട്രൈ ടു ബി ഇൻ ദി ടോപ്പ് 20%, അത്രയും മാത്രം. അപ്പൊ തന്നെ അവൻ റിലാക്സ്ഡ് ആയി. പരീക്ഷയിൽ മിക്കപ്പോഴും അവൻ നമ്പർ 2 അല്ലെങ്കിൽ നമ്പർ 3 അങ്ങനെയൊക്കെ നിൽക്കും. ചിലപ്പോൾ ഒക്കേഷനായിട്ട് നമ്പർ 1 ആയിരിക്കും ചില സബ്ജക്റ്റിന്. അവൻ ഇന്റർവ്യൂവിന് പോകുന്നു, MBAക്കുള്ള ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവനവിടെ ചെന്നിട്ട്, ഞാൻ നാട്ടിലുണ്ട്, അവൻ എന്നെ ഫോൺ വിളിക്കുന്നു ഇന്റർവ്യൂവിന് വെളിയിൽ. അവന് BA എക്കണോമിക്സ് ആണ് പഠിച്ചത്. MBA സിംബയോസിസ്, ദാറ്റ് ഇസ് വൺ ഓഫ് ദി നല്ല പോപ്പുലർ ആയിട്ടുള്ള ഹൈ റേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് പൂനെയിലുള്ളത്. ഇന്റർവ്യൂ ഇപ്പോൾ അവിടെ 150 പിള്ളേരുണ്ട്. ഇവൻ പറഞ്ഞു, എന്നെ വിളിച്ചു പറഞ്ഞു, അബ്ബാ ആൾ ഓഫ് ദം ദേ ഹാവ് BTech, എല്ലാവർക്കും BTech ഉണ്ട്. അതിൽ ഒരുപാട് പേർക്ക് 2-3 കൊല്ലത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് BTech ഇല്ല, എനിക്ക് വർക്ക് എക്സ്പീരിയൻസ് ഇല്ല. സോ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ വിൽ ബി ഏബിൾ ടു. അപ്പോഴും ഞാൻ എൻ്റെ എൻകറേജ്മെന്റ് ആണ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു, they already know that you don't have BTech. They know your qualification. They know, they are aware. So that means BTech is not a must. BTech വേണമെന്നുള്ളത് നിർബന്ധമല്ല. Number 2, they know that you don't have any work experience also. So they know that also. So now you go there with full confidence. If you lose, if you don't get, the sky is not going to fall down. So what? ഈ മന്ത്രം എൻ്റെ അടുത്ത് ഞാൻ മോൻ്റെ അടുത്ത് പറയാണ്. So what? If you don't get this one, some other place. That's it. അവന് കിട്ടി. He got selected. ആ നെർവസ്നെസ്സും ഫിയറും അപ്പോഴും മാറുന്നു. അപ്പോഴും കറേജ് കിട്ടുകയാണ്. വൺസ് യു ഗെറ്റ് ദി കറേജ്, കറേജിന്റെ കൂടെ കോൺഫിഡൻസ് വരുന്നു. And he got into symbiosis. ഇതും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. Okay. Thank you all.
ആ, ആ, ഇത് ഡോക്ടറെ തന്നെ ഇന്നത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് നമുക്ക് ആ, ഒരുപാട് വിഷയങ്ങൾ സൂം മീറ്റിംഗിൽ അങ്ങ് വന്ന് നമുക്ക് ഒരുപാട് വിഷയങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുകയുണ്ടായിരുന്നു. വീണ്ടും വീണ്ടും അങ്ങ് വരണമെന്നുള്ള ആത്മാർത്ഥമായ ഒരു അഭ്യർത്ഥനയോടുകൂടി അങ്ങ് വന്ന് ഇത്രയൊക്കെ നമുക്ക് സംസാരിച്ച് നമ്മുടെ മുന്നിലിരുന്ന് നമുക്ക് ഉപദേശം തന്നതുപോലെ സംസാരിച്ചതിൽ അങ്ങയുടെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. നന്ദി ജയചന്ദ്രൻ ഡോക്ടറെ. അങ്ങനെ ഇന്ന് നമ്മളുടെ 1393 പ്രതിദിന വെബിനാർ ഭംഗിയായി തീർന്നു. നമ്മുടെ ഡോക്ടർ വേണുഗോപാൽ റെഡ്ഡി സാറിന്റെ ഇത്രയും നല്ല ക്ലാസ് ഞങ്ങൾക്ക് ലഭിച്ചു. സാറിന് ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കട്ടെ. വീണ്ടും എത്രയും വേഗം വരണമെന്ന് അപേക്ഷിക്കുകയും കൂടി ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ ഈ സൂമിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാവരും സാറിന്റെ ഈ വീഡിയോ കഴിവതും അറിയാവുന്നവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണം. പ്രത്യേകിച്ചും മക്കളിലൊക്കെ ഇപ്പൊ ഇത്രയും ധൈര്യമില്ലാത്ത ഈ ഒരു സമയത്ത് ഈ വീഡിയോ എല്ലാവരുടെ കയ്യിലും എത്തട്ടെ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ സൂം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.